ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത തത്വചർച്ചകളിലേക്ക് നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ഭാഗവത തത്വങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാഗവതത്തിൻ്റെ 1ാമത്തെ സ്കന്ധമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പരമസത്യങ്ങൾ, ഒരിക്കലും മാറാത്ത സത്യങ്ങൾ. ആ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നത്തിനും പരിഹാരം ശ്രീമദ് ഭാഗവതത്തിലൂടെയുണ്ട്. പലപ്പോഴും നമ്മളതിൻ്റെ കഥകളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കഥകൾ യാഥാർത്ഥ്യമല്ല എന്നല്ല, കഥകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു രചിക്കപ്പെട്ടതാണ് എന്നുമല്ല, നടന്ന സംഭവങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭാഗവത തത്വങ്ങൾ ചർച്ച ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെയുള്ള അമൂല്യ ഗ്രന്ഥങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനു മുമ്പായിട്ട് ഗുരു പരമ്പരയെ നമസ്കരിക്കണം. നമ്മുടെ ഈ ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തെ നമസ്കരിക്കുന്ന മന്ത്രങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. നമ്മൾ നരനാരായണ ഋഷിയെ നമസ്കരിക്കുകയാണ്. ഭാരതവർഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഭഗവാന്റെ തിരുവതാരമാണ് നരനാരായണ ഋഷി. ഇപ്പോഴും നമ്മൾക്ക് വേണ്ടി ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭാരതവർഷവാസികൾക്ക് വേണ്ടി. ആ നരനാരായണ ഋഷി സാക്ഷാൽ ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹത്തിന് നമുക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കാം. അദ്ദേഹത്തിലൂടെയാണ് വ്യാസമഹർഷി ഭാഗവതം രചിക്കുകയുണ്ടായത്. നാരദ മഹർഷിയാണ് വ്യാസമഹർഷിക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്തതെങ്കിലും ഭാരതവർഷത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഗുരുസ്ഥാനത്താണ് നരനാരായണ ഋഷിമാർ. അതുകൊണ്ടാണ് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം. നരോത്തമം എന്ന് പറഞ്ഞാൽ നരനാരായണ ഋഷിയാണ്. ആദ്യം ശ്രീമദ് നാരായണ ആദിനാരായണ ഭഗവാൻ കൃഷ്ണനെ നമസ്കരിക്കുകയാണ്. നരം ചെയ്തു ദേവീം സരസ്വതീം വ്യാസം നരം. സരസ്വതി ദേവി നമസ്കരിച്ച് സരസ്വതി ദേവി ജയിക്കട്ടെ, വ്യാസമഹർഷി ജയിക്കട്ടെ. നമുക്കെല്ലാവർക്കും സംസാരിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഉള്ള കഴിവ് ലഭിക്കുന്നത് സരസ്വതി ദേവിയുടെ കടാക്ഷത്താലാണ്. സരസ്വതി ദേവി എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയുടെ ഒരു അംശമാണ്. ശ്രീമതി രാധാറാണി ഭഗവാൻ കൃഷ്ണൻ്റെ എല്ലാമാണ്. അതുകൊണ്ട് സരസ്വതി ദേവിയെ നമ്മൾ നമസ്കരിച്ചു. എന്നിട്ട് വ്യാസമഹർഷി ഭാഗവതം നമുക്ക് വേണ്ടി രചിച്ച ആ വ്യാസമഹർഷി നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. പിന്നെ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ: നാരായണം നമസ്കൃത്യം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗരരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ബുദ്ധിനെ ശ്രീമതേ ജയപ്രദാസ്വാമിനാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാനാമതായ നഗരഗ്രാമതാരിണെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ബുദ്ധിനെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനാമിനെ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ബുദ്ധിനെ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനെ. ശിവാശപാനവി ദേവി ദേദായ കൃപാബ്ദി കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനി പ്രവർത്തനം.
माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानुगभक्तिद श्रीगौरकर्माशक्ति विग्रहा नमोस्तुते नमस्ते गौरवाणी श्रीमूर्ते दीनतारिणी रूपानुगविदिता प्रसिद्धान्ततुण्डहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्ते विप्रणम्बरसाम्भूते पाराम्बुजायते नमो भक्तिविनोदाय सच्चिदानन्दनामने गौरशक्तिस्वरूपाय रूपानुगवरायते गौराविर्भावभूमेस्त्वं निर्दिष्टसज्जनप्रिय वैष्णवसर्वभौम श्रीजगन्नाथाय देव नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनाम्नि करुद्विषेण पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते चेतां सुहृदो पङ्गुर्ममोन्दमदेर्गतिमत्सर्वस्य पादाम्बुजो राधामदनमोहनो दिव्यद्वृन्दारण्यकल्पद्रुमद श्रीमद्रत्नाधार सिंहासनस्तु श्रीमद्राधा श्रीरघुगोविन्ददेव प्रेष्ठानुपेस्यते श्रीबण्डासरसारम्भी वंशीवरत्तरस्थित कर्षं वेणुस्वने गोपिर्गोपीनाथश्रेष्ठ तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि हरे कृष्ण 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 हरे हरे राम 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 हरे कृष्ण 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 हरे हरे राम राम हरे कृष्ण 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 हरे राम राम मुगं करोति वाचालं भङ्गं गङ्गायते यत्कृपातुमन्ते श्रीगुरुं भवतः परमानन्दमाधवं श्रीचैतन्येश्वरं तत्सत् ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. നാരദ മഹർഷി എങ്ങനെയാണ് വ്യാസമഹർഷി ഉപദേശിച്ചതും അദ്ദേഹത്തിനോട് ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള പ്രേരണ കൊടുത്തതും നാരദ മഹർഷി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഭൗതികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് സാഹിത്യപരമായിട്ട് എത്ര മനോഹരമാണെങ്കിലും അത് അത്ര ലോകത്തിന് നന്മയുണ്ടാക്കുന്നതല്ല. പക്ഷെ അതേ സമയത്ത് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഭാഷാപ്രയോഗത്തിലും സാഹിത്യത്തിലും പുറമോട്ടാണെങ്കിലും അത് ലോകത്തിന് മുഴുവൻ വലിയൊരു വെളിച്ചം കാണിക്കുന്നതാണെന്ന് പറഞ്ഞു. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നമ്മുടെ ബോധത്തെ ഉയർത്തും, നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യം നൽകും. പക്ഷേ ഭൗതിക ഗ്രന്ഥങ്ങൾ നമ്മുടെ ബോധത്തെയും ചിന്തകളെയും മലിനമാക്കും, നമ്മളെ കൂടുതൽ കൂടുതൽ ബദ്ധാവസ്ഥയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി മുന്നോട്ട് പഠിക്കാം. നാരദ മഹർഷി ഭക്തി എത്രത്തോളം നമ്മുടെ ഉള്ളിനെ മാറ്റും, അന്ധകരണത്തെ മാറ്റും എന്നത് മനസ്സിലാക്കി തരാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതചരിതം പറയുകയാണ്. പൂർവ്വജന്മത്തിൽ അദ്ദേഹം ആരായിരുന്നു? നാരദ മഹർഷി പറഞ്ഞു, ഞാനൊരു സാധാരണ ഒരു സ്ത്രീയുടെ മകനായിരുന്നു. സാധാരണ സ്ത്രീ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് വളരെ പാവപ്പെട്ട ഒരു അധികം ലോകപരിചയമൊന്നും ഇല്ലാത്ത ഒരു വീട്ടുജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവമ്മയുടെ മകനായിരുന്നു. പക്ഷേ നാരദ മഹർഷിക്ക് ഒരു ഭാഗ്യമുണ്ടായി. ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുമായിട്ട് കുറച്ച് സമ്പർക്കം ലഭിച്ചു. ഭക്തി വേദാന്തികൾ എന്ന് പറയും. ഭക്തി വേദാന്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് വേദാന്തത്തെ മനസ്സിലാക്കാനും, വേദാന്തം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ. ആ വേദാന്തം പല വ്യക്തികളും അതിനെ നിർഗുണ നിരാകാര ഉപാസനയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ നിർഗുണ നിരാകാര ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വേദാന്തത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഉപനിഷത്തുകളിലൂടെയൊക്കെ വേദാന്തത്തെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപനിഷത്തുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ വേദാന്തത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഭാഗവത്തിലൂടെയാണ്, ഉപനിഷത്തുകളിലൂടെയല്ല. കാരണം ഉപനിഷത്തുകൾക്ക് അപ്പുറത്താണ് വേദാന്തം. പിന്നെ വേദാന്തത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. അത് അവസാനത്തെ ഗ്രന്ഥമാണ് വ്യാസമഹർഷി എഴുതിയത്. അത് ശ്രീമദ് ഭാഗവതമാണ്. അതുകൊണ്ട് വേദാന്തത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഉപനിഷത്തുകളിലൂടെയല്ല, പക്ഷേ മറ്റ് ഒന്നിലൂടെയല്ല. വേദാന്തത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവത്തിലൂടെയാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. അതുകൊണ്ട് യഥാർത്ഥ വേദാന്തത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭക്തി വേദാന്തം.
അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ വ്യക്തികൾ അവരെന്ത് ചെയ്യും? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും, ഭഗവാന്റെ ഭക്തി ആചരിച്ചുകൊണ്ടിരിക്കും. ഒരു ചാതുർമാസ്യ സമയത്ത് ഈ ഭക്തി വേദാന്തികൾ ഒരു ആശ്രമം പർണശാലയൊക്കെ പണിഞ്ഞ് അവിടെ എനിക്ക് തങ്ങുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആ ഭക്തി വേദാന്തികൾക്ക് വേണ്ടി അവിടെ ആശ്രമത്തിലെ സേവനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. അതിനോടൊപ്പം മകനായ നാരദ മഹർഷിക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചു. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, ആ ഭക്തി വേദാന്തികളുടെ സേവനം, അവർക്ക് വേണ്ടി പല പല സേവനങ്ങൾ ചെയ്യുകയും അവരിൽ നിന്ന് പല പല കാര്യങ്ങൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി പ്രസാദം അല്ലേ, പൊതുവേ നമ്മൾ ഇതിനെക്കുറിച്ച് സത്സംഗത്തിൽ പല പ്രാവശ്യം പറഞ്ഞു. ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ കഴിച്ച പ്രസാദത്തെ മഹാമഹാപ്രസാദം എന്ന് പറയും അല്ലേ. ഭഗവാൻ കഴിച്ച നിവേദ്യത്തെ നമ്മൾ പാചകം ചെയ്ത ആ പാത്രത്തിലിടുമ്പോൾ, അതായത് മൊത്തം പാചകം ചെയ്തിട്ട് കുറച്ചാണല്ലോ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്നിട്ട് ആ പാത്രത്തിലുള്ള ആ നിവേദ്യം ആയതിനു ശേഷം, നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം പിന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് ആ പാത്രത്തിലിടുമ്പോൾ അതിനെ പ്രസാദം എന്ന് പറയും. പക്ഷേ ഭഗവാന്റെ പാത്രത്തിൽ നിന്നും അത് ഡയറക്റ്റ്ലി എടുത്ത് ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെ മഹാപ്രസാദം എന്ന് പറയും. ഇനി ഭഗവാന്റെ പ്ലേറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്തിട്ട് അത് ഒരു പരിശുദ്ധ ഭക്തന് കൊടുത്തിട്ട് ബാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനെ മഹാമഹാപ്രസാദം എന്ന് പറയും. എന്നാൽ ഇവിടെ പറയുന്നു, കാരണം മറ്റൊരാൾ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ കഴിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബോധവും കൂടെ നമ്മൾ സ്വീകരിക്കുകയാണ്. അന്നേരം പരിശുദ്ധ ഭക്തരുടെ ഉച്ഛിഷ്ടം കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുന്നു. ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള ഭക്തി വേദാന്തികളുടെ പ്രസാദം, മഹാമഹാപ്രസാദത്തെ കഴിക്കാനുള്ള സൗഭാഗ്യം നാരദ മഹർഷിക്ക് ലഭിച്ചു. അതിലൂടെ നാരദ മഹർഷിയുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള താല്പര്യം വർദ്ധിച്ചു. പിന്നെ അവർ പഠിപ്പിച്ച ആ ഭക്തി പ്രക്രിയ അതെല്ലാം പാലിക്കാൻ തുടങ്ങി നാരദ മഹർഷി. അങ്ങനെ അദ്ദേഹത്തിന് നിത്യശാശ്വത രൂപം ലഭിച്ചു നാരദ മഹർഷി. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം. ജയ രാധ. അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് വർണ്ണിക്കേണ്ടത് സാക്ഷാൽ ഭഗവാനെയാണ്. ഭഗവാന്റെ അസീമിതമായിട്ടുള്ള ലീലകളെക്കുറിച്ചാണ് അങ്ങ് വർണ്ണിക്കേണ്ടത് എന്ന് നാരദ മഹർഷി എടുത്ത് പറയുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു, എൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവമാണ് ഭക്തിയെപ്പോലെ ഉയർന്നതായിട്ട് വേറൊന്നുമില്ല. ഇത് തന്നെയാണ് ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അതായത് പരമോന്നത തലത്തിൽ ഉള്ള ഭക്തരുടെ ഭാവം, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഫോർ കൃഷ്ണ, അത് അവരുടെ ജീവിതത്തിലൂടെ എങ്ങനെ ആചരിക്കുന്നു. അതായത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള ഭാവമാണ്, ഭഗവാനോടുള്ള ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അത് എങ്ങനെ ജാഗൃതമാക്കാം? അങ്ങനെ ആ ഇമോഷൻസും ഫീലിങ്സും ഭാവഭക്തി ജാഗൃതമായ വ്യക്തികളുടെ ലക്ഷണങ്ങൾ, അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ ആചരണം. ഭക്തിഭാവത്തിൻ്റെ ഏറ്റവും പരമോന്നത അവസ്ഥയിലാണ് വൃന്ദാവനത്തിലെ ഗോപികമാർ. അപ്പോൾ അവരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എത്രത്തോളം എത്തിയെന്ന് അല്ലേ. ഭാഗവത്തിലെ ഭക്തരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെങ്ങും എത്തിയിട്ടില്ല,
എന്ന് നമുക്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങണം, അതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അന്നേരം ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഗ്രന്ഥം എഴുതാനാണ് വ്യാസമഹർഷി എടുത്ത് നാരദ മഹർഷി പറഞ്ഞത്. അന്നേരം പറഞ്ഞു, സാധാരണ വ്യക്തികളുടെ ദുഃഖങ്ങളെ, ക്ലേശങ്ങളെ അകറ്റുന്ന രീതിയിൽ അങ്ങ് ഗ്രന്ഥം എഴുതണം, അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾ വർണ്ണിച്ചുകൊണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ക്ലേശങ്ങളിൽ നിന്നുള്ള മുക്തം. എന്താണ് ഈ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 3 തരത്തിലുള്ള ക്ലേശമുണ്ട്. ആധ്യാത്മിക ക്ലേശം, ഭൗതിക ക്ലേശം, ദൈവിക ക്ലേശം. ഇത് 3 അനുഭവിക്കാത്ത ആരും ഈ ലോകത്ത് ഒരിക്കലുമില്ല. എന്താണ് ആധ്യാത്മിക ക്ലേശങ്ങൾ? നമ്മൾ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കും. എങ്ങനെ? ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ, അസ്വസ്ഥകൾ, പിന്നെ മനസ്സിൻ്റെ ചിന്തകൾ, മനസ്സ് അനിയന്ത്രിതമായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നു. ഇത് രണ്ടും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലേശം നേരിട്ടുകൊണ്ടിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ പ്രകൃതി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇത് അനുഭവിക്കാത്തതായിട്ട് ആരുമില്ല. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ബദ്ധാത്മാക്കളാണെങ്കിൽ, ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരം നമ്മൾ എടുക്കാൻ താല്പര്യമില്ല, പക്ഷെ നമ്മൾ നിർബന്ധിതരായി പോവുകയാണ്. കാരണം നമ്മൾ ആരുമല്ല നമ്മുടെ അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഏത് കുലത്തിൽ ജനിക്കണം, എവിടെ ജനിക്കണം, ഏത് ശരീരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മളല്ല തീരുമാനിക്കുന്നത്. ഇപ്പോൾ ലഭിച്ച ശരീരത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാണ് അടുത്ത ജന്മത്തിലെ ശരീരം നമുക്കായിട്ട് തയ്യാറാക്കിപ്പെടുന്നത്. എന്നാലോചിക്കണം. അതുകൊണ്ട് ഈ ക്ലേശങ്ങളിൽ നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം നടത്താൻ വേണ്ടി നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, മോക്ഷപ്രാപ്തി. അതായത് ഒരു കാരാഗ്രഹത്തിനകത്ത്, ജയിലിനകത്ത് ഒരു വ്യക്തി എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ആ വ്യക്തിക്ക് ലഭിച്ചാലും യഥാർത്ഥ വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്നതാണ്. എത്ര നല്ല ബെഡുണ്ടെങ്കിലും, എത്ര നല്ല ഭക്ഷണം എല്ലാം ഉണ്ടെങ്കിലും, ആളുടെ ഇഷ്ടമനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവിടെയുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടെങ്കിലും യഥാർത്ഥ നേട്ടം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള മോചനമാണ്. നമ്മളിപ്പോൾ അതേപോലെ ഒരു കാരാഗ്രഹത്തിനകത്താണ്. ഞാൻ എപ്പോഴും സത്സംഗത്തിൽ പറയുന്ന ഒരു കാരാഗ്രഹമാണ് നമ്മുടെ ഈ ലോകം. ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ശരീരമാണ് കാരാഗ്രഹത്തിനകത്തുള്ള നമ്മുടെ മുറി. എന്നിട്ട് നമ്മുടെ ചങ്ങലകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ഇതിൽ ബന്ധിതനായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ചങ്ങല പൊട്ടിക്കണം, ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം, മൊത്തത്തിൽ ഈ ലോകത്തിൽ നിന്ന് പോയി ഭഗവാന്റെ ലോകത്തേക്ക് എത്തണം. ഇതെല്ലാം ഭഗവാന്റെ ലോകം തന്നെയാണ്. പക്ഷേ അതായത് ഒരു സിറ്റിക്കകത്ത് തന്നെയായിരിക്കും ജയിലുള്ളത്. ജയിൽ സിറ്റിക്കകത്ത് തന്നെയാണ്. പക്ഷേ ആ ജയിലിനകത്തുള്ളവർ ആ സിറ്റി ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് എതിരെ പ്രവർത്തിക്കുകയാണ്. സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നവരെയാണല്ലോ. സർക്കാർ പറഞ്ഞ നിയമത്തിന് തെറ്റിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയാണ് കാരാഗ്രഹത്തിലാക്കുന്നത്. അതേപോലെ നമ്മളെല്ലാവരും ആധ്യാത്മിക ലോകത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട്, അതിന് വിരോധമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട്, ദ്വേഷമനോഭാവം പുലർത്തുന്നതുകൊണ്ട് നമുക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാരാഗ്രഹത്തിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. പക്ഷെ ഒരു കാരാഗ്രഹത്തിനകത്ത് താമസിക്കുന്ന കുറ്റവാളി കാലക്രമേണ മാനസാന്തരപ്പെടുന്നത് പോലെ നമ്മുടെ ഉള്ളിലും മാറ്റങ്ങൾ സംഭവിച്ചു. ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ആ ഒരു അതീശത്വം, ഭഗവാന്റെ ഈശ്വരത്വം, ഇതൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്തിയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് സമാധാന സന്തോഷമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് കുറച്ചെങ്കിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ എത്രയോ കാലമായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതൊന്നും നമുക്ക് തൃപ്തി നൽകിയില്ല. ഒരുപാട് കാശുണ്ടാക്കിയിരിക്കാം, ഒരുപാട് ആൾക്കാരുടെ കോണ്ടാക്ട്സ് നമുക്കുണ്ടായിരിക്കാം, ഒരുപാട് സപ്പോർട്ട് നമുക്ക് പല രീതിയിലും ലഭിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും നമുക്ക് തൃപ്തി നൽകുന്നില്ല. അതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം. ഈ ലോകത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അൺലിമിറ്റഡ് കാലത്തോളം എൻജോയ് ചെയ്യാം എന്ന് കരുതിയാൽ പോലും നമുക്ക് തൃപ്തി വരത്തില്ല. കാരണം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന പോലെയാണ്. കാരണം ഈ മനസ്സെന്ന് പറയുന്നത് ആത്മാവിൻ്റെ തന്നെ ഒരു പ്രതിബിംബമാണ്.
അതുകൊണ്ട് ആത്മാവ് തൃപ്തിപ്പെടാതെ മനസ്സിന് തൃപ്തിയാകാൻ കഴിയില്ല. ആത്മാവ് ആണ് ഈ ശരീരത്തെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നാരദ മഹർഷി ഇവിടെ പറഞ്ഞു, ഭഗവാന്റെ ആ അതീന്ദ്രിയ ലീലകളെ വർണ്ണിക്കുന്ന, അതീന്ദ്രിയ ലീലകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും എത്താൻ കഴിയാത്തത്. അധോക്ഷജെന്ന് ഭഗവാനെ പറയും. നമ്മുടെ ഈ കണ്ണ് വെച്ച് ഭഗവാനെ കാണാൻ കഴിയില്ല. ഭഗവാന്റെ ശരീരം ആധ്യാത്മികമാണ്. അന്നേരം ഈ അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾ, അന്നേരം ഭഗവാന്റെ ലീലകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മളെ പോലുള്ള പ്രവൃത്തികളായിട്ട് തോന്നും. പക്ഷേ അതൊന്നും ഭൗതിക ശക്തിയാൽ നടക്കപ്പെടുന്നതല്ല. ഈ ലോകം രണ്ടുണ്ട്, നമുക്കറിയാം. ഒന്ന് ആധ്യാത്മിക ലോകം, ഭൗതിക ലോകം. ഭഗവാന്റെ ആധ്യാത്മിക ലോകം ആധ്യാത്മിക ശക്തിയാൽ നിലനിർത്തിക്കപ്പെടുകയാണ്. ഭഗവാന്റെ ഈ ഭൗതിക ലോകം ഭൗതിക ശക്തിയാൽ നിലനിർത്തിപ്പെടുകയാണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആധ്യാത്മിക ശക്തി എപ്പോഴും നിലനിൽക്കും, അത് സച്ചിദാനന്ദമാണ്. ഭൗതിക ശക്തി അങ്ങനെയല്ല, അത് താൽക്കാലികമാണ്. നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരം അല്ലേ മാറിക്കൊണ്ടേയിരിക്കുന്നു, ഈ ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു, കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആധ്യാത്മിക ലോകത്ത് ഈ വെറൈറ്റി ഇല്ല എന്നല്ല. ആധ്യാത്മിക ലോകത്തിൽ ഭൗതിക ലോകത്തെക്കാട്ടി അതിമനോഹരമായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നില്ല. അതെന്താണെന്നുള്ളത് അത് നഷ്ടപ്പെടുന്നില്ല. അതെന്തും അങ്ങനെ തന്നെ അതിൻ്റെ അസ്തിത്വം നിലനിൽക്കുകയാണ്. അതായത് ഇതിനകത്തിരിക്കുന്ന ആത്മാവ്, നമ്മളെല്ലാവരും ആത്മാക്കളാണല്ലോ. അന്നേരം ആ ആത്മാവെന്നുള്ള ആ വ്യക്തിത്വം നഷ്ടപ്പെടത്തില്ല. ആത്മാവിൻ്റെ രൂപം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ആധ്യാത്മിക ലോകത്തിൽ മാറ്റാൻ കഴിയുമെങ്കിലും അത് സ്വയം ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ ലോകത്തിലെ ഐഡൻറ്റിറ്റി ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ആ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. അതായത് നമ്മുടെ ഈ ശരീരം നശിക്കുന്നതോടുകൂടി ആ വ്യക്തിത്വം ഇല്ലല്ലോ. ആത്മാവുണ്ട്, ആത്മാവിനൊരു ആത്മീയ വ്യക്തിത്വമുണ്ട്. പക്ഷേ ഭൗതിക വ്യക്തിത്വം അവിടെ തീരുകയാണ്. അതായത് ഒരു വ്യക്തി ഇന്ന വ്യക്തിയുടെ മകനായിട്ട് ഇങ്ങനെ ജനിച്ചു ജീവിച്ചു, പക്ഷേ മരണത്തോടു കൂടി തീരുകയല്ലേ. ആ വ്യക്തിയുടെ ബന്ധങ്ങൾ തീർന്നു, ആ വ്യക്തി ഉണ്ടാക്കിയതെല്ലാം തീരുന്നു. അത് പിന്നെ വീണ്ടും ഒരു ശരീരം എടുത്ത് തിരിച്ചു വന്ന് ചോദിച്ചാൽ പോലും, അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ, കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മ വന്ന് അത് അതിനനുസരിച്ച് ചോദിച്ചാലും ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതീന്ദ്രിയ ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെന്നും നിലനിൽക്കുന്ന ആത്മീയ ശക്തിയാൽ നടത്തപ്പെടുന്ന പ്രവൃത്തികൾ, അത് ഭഗവാനും ഭക്തരുടെയും. അതുകൊണ്ട് അങ്ങനെയുള്ള അതീന്ദ്രിയ ലീലകൾ, അന്നേരം ആ അതീന്ദ്രിയ ലീലകളുടെ തത്വം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ആ അതീന്ദ്രിയ ലീലകൾ ചർച്ച ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴാണ് നമ്മൾ പിന്നെയും തത്വങ്ങളെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഭഗവാന്റെ ഭാഗവത കഥകളൊക്കെ കേട്ട് 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 നമുക്ക് ഭഗവാനോടൊരു ഇഷ്ടം തോന്നുകയാണ്. ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. അന്നേരം അത് കൂടുതൽ അങ്ങനെ ജപിച്ച് എന്ത് പറ്റും? ജപിച്ചും ഭഗവാനെക്കുറിച്ച് കേട്ടും നമ്മുടെ ഉള്ളിൽ അതീന്ദ്രിയ അവബോധം വർദ്ധിക്കുന്നുണ്ട്. ഇപ്പം ശരീരമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് കേട്ട് എന്ത് പറ്റും? അത് നമ്മളെ ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങൾ വർദ്ധിക്കും. അത് നിങ്ങൾക്ക് എല്ലാവരും സ്വയം എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതായത് സത്സംഗത്തിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് സത്സംഗമൊക്കെ കേട്ട് ജപിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് അല്ലേ. അത് തന്നെയാണ് മെയിൻ കാര്യം. അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു വ്യാസ മഹർഷിയോട്, അങ്ങ് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ വർണ്ണിക്കുന്ന ഗ്രന്ഥമെടുത്തു. അതിലൂടെ എന്ത് പറ്റും? എല്ലാവിധ ക്ലേശങ്ങളും, ഈ ദുരിതം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുരിതം എന്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു? ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടവോളം ചെയ്യുന്നില്ല. അത് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. അന്നേരം അതിനെക്കുറിച്ച്, ആ ഭഗവാന് വേണ്ട കാര്യം വേണ്ടവോളം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഭക്തരെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഒരുപാട് ദുരിതങ്ങൾ തീരും. എന്നാൽ ഇവിടെ പറഞ്ഞു, ആ സാധാരണ ജനങ്ങളുടെ ക്ലേശങ്ങൾ മാറും. എന്നിട്ട് അവരുടെ ഉള്ളിൽ എന്തിനെയോ കുറിച്ചുള്ള ആ ഒരു വാഞ്ചകൾ
വളരെ തീവ്രമായിട്ടുള്ള അഭിവാഞ്ചകൾ അതെല്ലാം ശമിക്കുമെന്നാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇത് 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ന ശോചതി ന കാംക്ഷതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ എന്താണ്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എൻ്റെ അർത്ഥം എന്താ? ഒന്നിനെക്കുറിച്ചും ദുഃഖമില്ല. എന്നാൽ കിട്ടാത്തതിൻ്റെ ദുഃഖവും കാണത്തില്ല, കിട്ടാൻ വേണ്ടി കൊതിയും കാണത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ നിറവേറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഓരോ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കും. പക്ഷെ ഒന്നിനോട് ആസക്തി കാണത്തില്ല. ഇത് ഭഗവാൻ വിളിക്കുമ്പോൾ തിരിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് പോവുകയും ചെയ്യും. ഇത്ര മനോഹരമായിരിക്കും അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം എല്ലാവിധ അഭിവാഞ്ചകളും ഇല്ല, ഒരു തരത്തിലുള്ള അഭിവാഞ്ചകളും ഇല്ല. അത് കൂടാതെ നഷ്ടബോധമില്ല, ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം. ഇതെല്ലാം ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുന്നതിലൂടെ ലഭിക്കും. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ട് നാരദ മഹർഷി പോയി. അന്നേരം നാരദ മഹർഷിക്ക് വ്യാസ മഹർഷിക്ക് മനസ്സിലാക്കി കൊടുത്തു ഭാഗവതത്തിൻ്റെ മേന്മ എന്താണ്. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ശ്രീമദ് ഭാഗവതം ബദ്ധാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിക്കും ഏറ്റവും പരമോന്നത മുക്താവസ്ഥയിലിരിക്കുന്ന വ്യക്തിയുടെയും 2 പേരുടെയും എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുന്നതാണ്. അതുകൊണ്ട് എക്കാലവും ഭാഗവതം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് പറയുന്നു. ഭാഗവതം എല്ലാവർക്കും വേണ്ടി എന്നേക്കുമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗവതം എല്ലാവർക്കും എന്നേക്കുമായിട്ടുള്ള ഗ്രന്ഥമാണ്. എങ്ങനെ? അതായത് ഭക്തിയുടെ തുടക്കത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാഗവതത്തിലൂടെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള അന്ധകാരമൊക്കെ നശിച്ച് ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കും. ഇനി ഭക്തിയുടെ ഉയർന്ന അവസ്ഥയിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഭാഗവതം ഒരു പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കും ആ യാത്രയിൽ മുന്നോട്ട് പോകാൻ. ഇനി ഭക്തിയുടെ ഏറ്റവും പരമോന്നത അവസ്ഥയിൽ, ആധ്യാത്മിക അവബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനിൽ നിന്നുള്ള വിരഹത്തെ ശമിപ്പിക്കാൻ ഭാഗവതം സഹായകരമാണ്. അതായത് ഭാഗവതം ഈസ് ഫോർ എവറിബഡി. തുടക്കക്കാർക്കും ഭക്തിയുടെ മധ്യമഘട്ടത്തിലെത്തിയവർക്കും ഭക്തിയുടെ പരമോന്നത അവസ്ഥയിലിരിക്കുന്നവർക്കും ഇവർക്കെല്ലാം ഭാഗവതം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഗ്രന്ഥമാണ് എന്നേക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ഇതെല്ലാം കേട്ടപ്പോൾ വ്യാസമഹർഷി എന്ത് ചെയ്തു? ഭക്തിഭാവത്തിൽ വ്യാസമഹർഷി കണ്ണടച്ച് ധ്യാനിക്കാൻ ആരംഭിച്ചു സരസ്വതി നദീ തീരത്ത്. അങ്ങനെ ആ ധ്യാന നിമഗ്നായിട്ടിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി ഭഗവാൻ കൃഷ്ണനെ കണ്ടു. അതിസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ കണ്ടു. മയിൽപീലിയും ചൂടി ഓടക്കുള്ളും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപത്തെ കണ്ടു. തൊട്ടടുത്ത് തന്നെ ഭഗവാന്റെ മായാശക്തിയും കണ്ടു. എന്നിട്ട് കുറേ ജീവാത്മാക്കൾ ആ മായാശക്തിയിൽ പെട്ടുപോയി ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ടും കണ്ടു. ഭക്തിയിലൂടെ ഈ ജീവാത്മാക്കളെ എങ്ങനെ ഉദ്ധരിക്കാം എന്ന ഒരു ആശയം നാരദ മഹർഷിയുടെ ഉള്ളിൽ ജാഗൃതമായി. അങ്ങനെ അദ്ദേഹം ശ്രീമദ് ഭാഗവതം രചിച്ചു. വളരെ വിശദമായിട്ട് ഭക്തി തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു ആ ഗ്രന്ഥത്തിലൂടെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകനായ ശുഖബ്രഹ്മ ഋഷിക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഈ ലോകത്ത് ആര് എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ദുരിതങ്ങൾ, അത് ഏത് തരത്തിലാണെങ്കിലും മനുഷ്യരാശി അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, കൃഷ്ണഭക്തി. ഇതാണ് ശ്രീമദ് ഭാഗവത്തിൻ്റെ
സന്ദേശം ഒറ്റ വാക്യത്തിൽ പറയുകയാണ്. ഈ ലോകത്തിൽ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അത് പരിശുദ്ധ കൃഷ്ണഭക്തി. ഇനി ആ പരിശുദ്ധ കൃഷ്ണഭക്തിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ കൃഷ്ണഭക്തിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു പരിഹാരം ലഭിച്ചിരിക്കുന്നുണ്ട്. അന്നേരം ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തി. ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തിയിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ ക്ലേശങ്ങളെ അകറ്റാം, നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ മനസ്സിലാക്കാമെന്ന്. അന്നേരം ഇതിൻ്റെ അർത്ഥം നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നാണോ? അങ്ങനെയാണെങ്കിലും കാരണം ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവാൻ കൃഷ്ണൻ എവിടെ ഉണ്ടോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടേതായിട്ടുള്ള കർമ്മ ദുരിതങ്ങൾ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിലും അത് പൂർവജന്മ വാസനകളും പൂർവജന്മ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ നമ്മുടെ പ്രശ്നങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിലും ഭഗവാൻ നമ്മളെ അതിൽ നിന്നൊക്കെ ഉദ്ധരിക്കും. ഭഗവാൻ നമ്മളെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമല്ല രക്ഷിക്കുന്നത്, ഭഗവാൻ നമ്മളെ ഈ ലോകത്തിൽ നിന്നേ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്തൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ എൻ്റെ ദുരിതങ്ങൾ തീർത്തു തരണേ, എൻ്റെ ഈ പ്രശ്നങ്ങൾ തീർത്തു തരണേ, മക്കളുടെ പ്രശ്നങ്ങൾ തീർത്തു തരണേ. ഭഗവാൻ മൊത്തത്തിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്നേ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. വീണ്ടും വീണ്ടും ഇവിടെ വരുന്ന ആ പ്രശ്നത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. നമ്മൾ ചെറിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഭഗവാനോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ആ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെ പ്രാർത്ഥിച്ച് അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തിൽ സുഖവും ദുഃഖവും രണ്ടും നമ്മളെ ബദ്ധാവസ്ഥയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ? സുഖം വരുമ്പോൾ ഓക്കെ ഇവിടെ നല്ല സുഖമാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ദുഃഖം വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ലല്ലോ. അതായത് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ അത് സുഖത്തിലൂടെയാണെങ്കിലും ദുഃഖത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സന്തുലിത അവസ്ഥയിലിരിക്കുക, സുഖത്തിലും ദുഃഖത്തിലും. കാരണം സുഖമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, അസുഖം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ ദുഃഖത്തെ അകറ്റാൻ വേണ്ടിയുള്ള ശ്രമം, ഇത് രണ്ടും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മളെ ഈ ലോകത്തിൽ തന്നെ പിടിച്ചു നിർത്തും. സുഖത്തിന്റെ വിഷയവും ദുഃഖത്തിന്റെ വിഷയവും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഇവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭാഗവതം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സുഖം ദുഃഖം നമ്മുടെ സുകൃതി കൂടുന്നതിനനുസരിച്ച് അത് കുറയും. കാരണം നമ്മുടെ കർമ്മങ്ങളാണല്ലോ സുഖമായിട്ടും ദുഃഖമായിട്ടും വരുന്നത്. അതിനൊരു ശമനം ഉണ്ടാവും ഗ്രാജുവലി. എത്രത്തോളം നമ്മൾ ഭാഗവത്തെ ആശ്രയിക്കുന്നോ എത്രത്തോളം തിരുനാമത്തെ ആശ്രയിക്കുന്നു അതിനനുസരിച്ച് ഭഗവാനെ ആശ്രയിക്കുന്നു ഭാഗവത്തിലൂടെ, ഭഗവത്ഗീതയിലൂടെ, നാമജപത്തിലൂടെ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ആ ഭഗവാനെ എത്രത്തോളം ആശ്രയിക്കുന്നോ അതിനനുസരിച്ച് ഇതിനൊരു ശമനം ഉണ്ടാവും. പക്ഷെ സർവോപരി നമുക്ക് ഈ ലോകത്തിൽ നിന്നേ രക്ഷപ്പെടാൻ കഴിയും. ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടോ? അന്നേരം ഭാഗവത്തിലെ പ്രധാന സന്ദേശം കൃഷ്ണഭക്തിയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. അന്നേരം ശ്രദ്ധയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, വിശ്വാസത്തോടുകൂടി ഒരു വ്യക്തി ശ്രീമദ് ഭാഗവതം ശ്രവിക്കുമ്പോൾ എന്ത് പറ്റും? ആ വ്യക്തിക്ക് ഭഗവാനോടുള്ള പ്രേമം ഉള്ളിൽ ജാഗൃതമാകും. എല്ലാ തരത്തിലുള്ള ദുഃഖം, എല്ലാ തരത്തിലുള്ള ഭയം, വ്യാമോഹം അതെല്ലാം നഷ്ടപ്പെടും. ഭഗവാൻ വരുമ്പോൾ പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ, അല്ലേ? ഭഗവാനെ മറക്കുമ്പോഴാണ് പ്രശ്നമില്ല. അന്നേരം ഭഗവത് സ്മരണ നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയില്ല. അത് ഭഗവാന്റെ കാരണത്താൽ ലഭിക്കും. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ സൂത ഗോസ്വാമി ഇതുവരെ പഠിപ്പിച്ചു തന്നത്, അതായത് 1-ാം സ്കന്ധത്തിലെ ഓരോരോ ഭാഗങ്ങൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂത ഗോസ്വാമി ആരാണ് ശ്രീമദ് ഭാഗവതം എഴുതിയത്?
എന്ന് വർണ്ണിച്ചു അല്ലേ? കാരണം ശൗനകാദി ഋഷികളുടെ ചോദ്യമായിരുന്നു. എന്തായിരുന്നു ചോദ്യം? വ്യാസമഹർഷി ഭാഗവതം രചിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? അതായിരുന്നു ഇവിടെ ചർച്ച ചെയ്തത്. ഇനി ആരോടാണ് ഭാഗവതം പറഞ്ഞത്? പരീക്ഷിത്ത് മഹാരാജനോട്. അദ്ദേഹം എങ്ങനെയാണ് ഭാഗവതം കേൾക്കാനിടയുണ്ടായത്? അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഘട്ടത്തിലൂടെ അതിലെ പ്രധാന വിഷയം ഒരു ഭക്തന്റെ ക്ഷമ, ഭഗവാന്റെ സംരക്ഷണം. ഒരു ഭക്തന് എത്രത്തോളം സഹിക്കാനും ക്ഷമിക്കാനും കഴിയണം, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഒരു ഭഗവാൻ എത്രത്തോളം ഭക്തരെ സംരക്ഷിക്കുന്നു, അതാണ് നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പഠിക്കുന്നത്. തുടങ്ങാം. ഇതുവരെ ഭാഗവതം രചിച്ച വ്യാസമഹർഷിയെക്കുറിച്ച് സൂതഋഷി പറഞ്ഞു. ഇനി അത് കേട്ട എഴുതിയ ആളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആര്? വ്യാസമഹർഷി. ഇനി ഭാഗവതം കേൾക്കുകയും സംസാരിച്ചതുമായിട്ടുള്ള വ്യക്തികൾ, അതായത് ഒന്ന് ശുകദേവ് ഗോസ്വാമി, പിന്നെ ആരോടാ പറഞ്ഞത്? പരീക്ഷിത് മഹാരാജൻ. ഇവരെ രണ്ടുപേരെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ആദ്യം പരീക്ഷിത് മഹാരാജാവിന്റെ ജന്മത്തെക്കുറിച്ചും അദ്ദേഹം എങ്ങനെ ചക്രവർത്തിയായി ഇതിനെക്കുറിച്ചുമാണ് പറയുന്നത്. ഇവിടുന്നാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ, അല്ലേ? അതായത് ശ്രീമദ് ഭാഗവത്തിലെ ഇപ്പോൾ നമ്മൾ 1-ാമത്തെ സ്കന്ധത്തിലെ 6 അധ്യായങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 6 അധ്യായത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന തത്വങ്ങൾ. ഇനി നമ്മൾ 7-ാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം അശ്വത്ഥാമ എന്ത് ചെയ്തു? ദ്രൗപദി ദേവിയുടെ 5 കുട്ടികളെയും രാത്രിക്ക് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തലയർത്ത് കൊല്ലുകയാണ്, ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. പക്ഷെ ദുര്യോധനൻ സന്തുഷ്ടനായില്ല. കാരണം എന്താ? ദുര്യോധനൻ പറഞ്ഞത് പാണ്ഡവരെ കൊല്ലാനാണ്. അശ്വത്ഥാമ പാണ്ഡവരാണെന്ന് കരുതി അവരുടെ മക്കളെയാണ് കൊന്നത്. ദുര്യോധന തൊട്ടും ഇഷ്ടമായില്ല. ദുര്യോധനൻ പറഞ്ഞു, നീ എത്ര വലിയ നീചനാണ്, ഞാനും പാണ്ഡവരും പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ ആരെങ്കിലും ഉണ്ടെന്ന് നമ്മൾ കരുതി നമ്മുടെ ഈ വംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ അവരെയും കൂടെ നശിപ്പിച്ചല്ലോടാ എന്ന് പറഞ്ഞു. ഒരു അശ്വത്ഥാമാവ് ആകെ കൺഫ്യൂസ്ഡായി. അശ്വത്ഥാമാവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അശ്വത്ഥാമ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണനും അർജുനും പാണ്ഡവരും ദ്രൗപദി ദേവി എല്ലാവരും തിരിച്ചെത്തി ശിബിരത്തിൽ കണ്ടു ഘോരമായിട്ടുള്ള കാഴ്ച. ഇത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 5 മക്കളുടെയും തലയർത്ത്, തല പോലും കാണാനില്ല, തലയർത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് മൃഗത്തെ അറക്കുന്ന പോലെ. ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല. ദേവി നെഞ്ചെടുത്തടിച്ച് കരഞ്ഞു. ഇത് കണ്ടിട്ട് കേട്ടിട്ട് അർജുൻ പറഞ്ഞു, ദ്രൗപദി നീ വിഷമിക്കാതിരിക്കോ, അധികം താമസിക്കാതെ തന്നെ ഇതിന് കാരണക്കാരനായിട്ടുള്ള അവൻ്റെ തലയർത്ത് കൊണ്ടുപോതിട്ട് ഞാൻ അവൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് നിനക്ക് സ്നാനം ചെയ്യാമെന്ന്. നമ്മളിത് ഇതെന്തു വർത്തമാനം. പക്ഷേ ക്ഷത്രിയരുടെ സംസാര രീതി ഇങ്ങനെയാണ്. നമ്മൾ ക്ഷത്രിയരല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഒന്ന് ആലോചിച്ചു, സ്വന്തം മക്കളെ കൊന്ന അത് ഏത് അച്ഛനും അമ്മയ്ക്കായിരിക്കും പ്രതികാരം തോന്നാത്തത്? ഒരു സാധുക്കളെ നമ്മുടെ കൺമുന്നിൽ വെച്ച് കൊല്ലുമ്പോൾ, അതായത് ഒരു സിനിമയിൽ നമ്മൾ കാണുമ്പോൾ സാധുക്കളെ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്നതായിട്ടോ എന്തെങ്കിലും കാണുമ്പോൾ ആ വില്ലനെ ഇടിക്കാനും കൊല്ലാനും ഉള്ള ദേഷ്യം നമുക്ക് തോന്നും, അല്ലേ? എത്രമാത്രം ദേഷ്യം നമുക്ക് തോന്നും, നാച്ചുറലി തോന്നും. പക്ഷേ ഇത് സ്വന്തം അമ്മയാണ്. അർജുൻ്റെ മകനും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അർജുനൻ്റെ അഭിമന്യു മരിച്ചു. അതുകൂടാതെ ഈ 5 കുട്ടികളിൽ ഒരാൾ അർജുൻ്റെ മകനാണ്. അർജുനും ദ്രൗപദിയിലൂടെയും ജനിച്ച ഒരു മകനും കൂടെ അതിൽ മരിച്ചു എന്നുള്ളതാണ്.
ഇതിൽ അർജുൻ്റെ വിഷമം എന്തായിരിക്കും എന്ന് ആലോചിച്ചു അല്ലേ. അപ്പോൾ അർജുൻ എന്ത് ചെയ്തു? അശ്വത്ഥാമാവിനെ അന്വേഷിച്ച് അശ്വത്ഥാമാവാണെന്ന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മനസ്സിലാക്കി ഭഗവാനും അർജുനും കൂടെ പോവുകയാണ് അശ്വത്ഥാമാവിനെ പിടിക്കാനായിട്ട്. അശ്വത്ഥാമന് ഭയം തോന്നി. കാരണം ആർക്കാ ഭയം തോന്നാത്തത്? ഭഗവാനും പാർത്ഥനും കൂടെ കൊല്ലാനായിട്ട് എതിരാളികളായിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് വിജയിക്കാൻ കഴിയും. അശ്വത്ഥാമ ഭയത്താൽ ഓടി. എന്നിട്ട് ജീവനൊരാപത്ത് വരുമെന്ന് തോന്നിയപ്പോൾ ഒന്നും ചിന്തിക്കാതെ ആള് ഒന്ന് ആലോചിച്ചു. സ്വന്തം ജീവൻ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, മറ്റൊരാളുടെ ജീവനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ നമ്മളുടനെ വിചാരിക്കാം അത് ആളുടെ അച്ഛനെ അധർമ്മത്തിലൂടെ കൊന്നതുകൊണ്ടല്ലേ. പക്ഷെ ദ്രോണാചാര്യ ചെയ്തത് അധർമ്മമല്ലേ? ദ്രൗപദി ദേവി അപമാനിച്ചപ്പോൾ ദ്രോണാചാര്യ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ധർമ്മപക്ഷത്ത് നിൽക്കുന്നതിന് പകരം ദ്രോണാചാര്യ നല്ല ഭക്തനാണെങ്കിൽ പോലും അദ്ദേഹം അധർമ്മത്തിന് കൂട്ടിരിക്കുകയാണ്. അധർമ്മികളായിട്ടുള്ള ദുര്യോധനെ ഭരിക്കാൻ സഹായിക്കുകയാണ്. എന്തിന്? കാരണം അവരിൽ നിന്ന് കിട്ടിയ ഈ കൊട്ടാരവും സമ്പദ് സമൃദ്ധിയൊക്കെ നഷ്ടപ്പെടരുതല്ലോ. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കാര്യം എന്താവും? അന്നേരം ധൃതരാഷ്ട്രം എങ്ങനെയാണ് സ്വന്തം മക്കളോട് ആസക്തനായിട്ടിരിക്കുന്നത്, അതേപോലെ ദ്രോണാചാര്യനും മക്കളോട് ആസക്തനാണ്. ഒന്നാലോചിച്ചു. അത് കൂടാതെ ധൃഷ്ടദ്യുമ്നൻ ജനിച്ചത് തന്നെ ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്തായാലും ദ്രോണാചാര്യ നേരിട്ട് യുദ്ധം ചെയ്ത് ആരും തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ആൾ മരിക്കേണ്ട ആളും കൂടാണ്. അന്നേരം പിന്നെ ഒരു കാരണമാകണ്ടേ? ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധം അശ്വത്ഥാമാവിനില്ല. യുദ്ധം കഴിഞ്ഞിട്ട് ദുര്യോധന താല്പര്യമില്ലാത്ത യുദ്ധത്തിൽ അശ്വത്ഥാമ ഇത്രയും താല്പര്യം എന്തിനാണ് കാണിക്കുന്നത്? വലിയ മണ്ടത്തരമായി പോയി. ഇതെല്ലാം കൂടാതെ ഇത് പറയുന്നത്, ഇത് കഴിഞ്ഞിട്ടും അശ്വത്ഥാമാവിന്റെ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ഭഗവാൻ വെറുതെ വിട്ടിട്ടും, ഇത് അവരുടെ കാരണത്താൽ വെറുതെ വിട്ടിട്ടും അവ എന്താ ചെയ്യുന്നത്? ബ്രഹ്മാസ്ത്രം ഉത്തരാമാതാവിന്റെ ഗർഭത്തിലേക്ക് അയക്കണം. എത്ര ദുഷ്ടനാണെന്നൊക്കെ. പുതിയ എന്തോ സിനിമയിൽ കൽക്കിയിൽ അശ്വത്ഥാമാനെ വലിയ ഹീറോ ആയിട്ട് കാണിച്ചോ? എന്ത് ഹീറോ ആണ്? അവിടെ ഏറ്റവും വലിയ വില്ലനാണ്. കർണനും അശ്വത്ഥാമം എന്ന് പറഞ്ഞാൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ വേറെയില്ല. കാരണം എല്ലാവിധ സദ്ഗുണങ്ങളും അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടും അവർ നീചമായിട്ടുള്ള മാർഗം തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ഉടനെ വിചാരിക്കുക അവരുടെ സാഹചര്യം അങ്ങനെയല്ല. അശ്വത്ഥാമ കുട്ടിക്കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഒരു വകയില്ലായിരുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. അതൊന്ന്. ആ അവസ്ഥയെ അവർ മറികടന്നു അല്ലേ? അവർ കൗരവർ മാത്രമല്ലല്ലോ ദ്രോണാചാര്യരുടെ ശിഷ്യർ, പാണ്ഡവരും കൂടെ അല്ലേ? എന്നിട്ട് ദ്രോണാചാര്യക്ക് നല്ലപോലെ അറിയാം പാണ്ഡവരാണ് ധർമ്മത്തിന്റെ മാർഗത്തിലുള്ളതെന്ന്. അന്നേരം അവർക്ക് പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്നാൽ പോരെ? അത് വനവാസമാണെങ്കിൽ പോലും ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കണം. അങ്ങനെയല്ലേ പാണ്ഡവരങ്ങനെയല്ലേ ചെയ്തത്? അവർക്കെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ അവർ ആയുധമൊന്നും എടുത്തില്ല. എന്നാലും അവരെത്ര ധർമ്മിഷ്ഠരാണെന്ന് നോക്കൂ. ദ്രോണാചാര്യ എത്ര അധർമ്മത്തിന് കൂട്ടിയെന്ന് നോക്കണേ. അതേപോലെ കർണന് കുന്തിദേവിയുടെ സാഹചര്യം അങ്ങനെയായിപ്പോയി. അതിലെന്താണ് തെറ്റ്? നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? ദുർവാസാ മുനി ആ കൊച്ചു പ്രായത്തിൽ ഇരിക്കുന്ന കുന്തിദേവിക്ക് ഇത്രയും ഒരു സിദ്ധി കൊടുക്കുകയാണ്. അതും അദ്ദേഹം വെറുതെ കൊടുത്തതല്ല. പക്ഷെ ഇതിനൊരു കാരണമുണ്ട്. കർണൻ ജനിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കർണന്റെ പൂർവ്വജന്മത്തിൽ കർണൻ അസുരനാണ്. സഹസ്ര കവചൻ എന്ന് പറയുന്ന അസുരൻ ലോകത്തെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ വ്യക്തിയാണ് സൂര്യപുത്രനായിട്ട് വരുന്നത്. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആ ഒരു സാഹചര്യത്തിന്റെ അയ്യോ ആൾക്ക് അനീതി, ആൾക്ക് അവകാശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് എല്ലാവർക്കും അവരവർ അർഹിക്കുന്നത് ആർക്കും തടയാൻ കഴിയില്ല. എല്ലാവരും അവരവർ അർഹിക്കുന്നത് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അന്നേരം നമ്മൾ ഉണ്ടെങ്കിൽ പാണ്ഡവർക്കും അത് അർഹിക്കുന്നതാണോ? അല്ല, പാണ്ഡവർ ഒരിക്കലും അത് അർഹിക്കുന്നില്ല.
അന്നേരം എന്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അർഹിക്കുന്നുണ്ടോ അർഹിക്കുന്നില്ലെന്ന്? നമ്മളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത് നമ്മൾ അർഹിക്കുന്നില്ലെങ്കിൽ അത് മുന്നോട്ട് മാറും. നമ്മളത് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സഹിക്കുക. അതായത് ഈ ലോകത്ത് 2 കാരണങ്ങളാൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ നമ്മുടെ കർമ്മദുരിതങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അതിലും ഒരു കാരണമുണ്ട് എങ്കിലും, അതായത് ചില വ്യക്തികൾ പറയും ദുര്യോധന്റെ ഭാഗത്ത് നമുക്ക് തെറ്റു പറയാൻ കഴിയും, ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങളല്ലേ, ഇതെല്ലാം വിധിയല്ലേ. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിധി, ഒന്ന് നമ്മുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ. ഇത് രണ്ടും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വിധി കൊണ്ടാണോ അത് തീരുമാനം കൊണ്ടാണോ എന്ന് പറയാൻ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ പാണ്ഡവരുടെ കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ പൊതുവെ ധർമ്മിഷ്ഠരാണ്. അതായത് അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും അവർ ഒരിക്കലും അധർമ്മം ചെയ്യാത്ത വ്യക്തികളാണ്. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അർഹിക്കുന്നതല്ല അത്. എന്നിട്ടും കർണൻ എന്തുകൊണ്ടാണ് കുന്തി ദേവി പുത്രനായി ജനിച്ചത്? സൂര്യദേവന്റെ അനുഗ്രഹത്താൽ. ആൾ ഓടി രക്ഷപ്പെട്ടത് സൂര്യദേവന്റെ അടുത്താണ്. അന്നേരം സൂര്യനാരായണ സാക്ഷാൽ ഭഗവാനല്ലേ. അതുകൊണ്ട് അവനൊരു ഭാഗ്യം ലഭിച്ചു, അത്രയേ ഉള്ളൂ. സൂര്യദേവന്റെ സാമീപ്യം ലഭിച്ചു. സജ്ജനങ്ങളുമായിട്ട് കുറച്ചെങ്കിലും സാമീപ്യം ലഭിക്കുമ്പോൾ ആ ഗുണങ്ങൾ വരും. ദേവനുമായിട്ടുള്ള ഒരു സാമീപ്യം ലഭിച്ചു. പാണ്ഡവരെല്ലാം ദേവന്മാരുടെ പുത്രന്മാരാണ്. അതുകൊണ്ട് അത്രത്തോളം ദൈവിക ഗുണങ്ങൾ അവരിൽ സ്വമേധയാ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി മുന്നോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇനി ഭാഗവത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷത്ത് മഹാരാജും ശുകദേവ ഗോസ്വാമിയെ കുറിച്ചാണ്. അന്നേരം യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതേ ദിവസം തന്നെ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ 5 പുത്രന്മാരെ കൊല്ലുകയാണ്. ഭഗവാൻ കൃഷ്ണനും അർജുനും അശ്വത്ഥാമാവിനെ കൊല്ലാനായിട്ട് പുറകെ പോവുകയാണ്. അന്നേരം അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കുകയാണ്. ഒന്നും ചിന്തിക്കാതെ സ്വന്തം ജീവനൊരു ആപത്ത് വന്നപ്പോൾ ഉടനെ എടുത്ത് അസ്ത്രം വയ്ക്കുകയാണ്. ഉടൻ തന്നെ അർജുൻ എന്ത് ചെയ്തു? ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ കൃഷ്ണ, ഇതെന്താണ് ഇത്രയും വലിയൊരു ജ്യോതിസ് ഞാൻ കാണുന്നത്? ഇത് കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു ഭഗവാനെ. എന്താണ് ഈ അസ്ത്രത്തിൻ്റെ ഉദ്ദേശം? ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, ഇത് അശ്വത്ഥാമ അയച്ച ബ്രഹ്മാസ്ത്രമാണ്. അവനത് തിരിച്ചെടുക്കാനും അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നീ നിന്റെ ബ്രഹ്മാസ്ത്രം അയക്കൂ. ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുത്തിട്ട് ഈ ബ്രഹ്മാസ്ത്രത്തെ തിരിച്ചെടുക്കൂ. അപ്പോൾ മറ്റേ അസ്ത്രം കൂടെ തിരിച്ച് നിന്റെ കയ്യിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുൻ ബ്രഹ്മാസ്ത്രം അയച്ച് ആ അസ്ത്രത്തെ ബ്ലോക്ക് ചെയ്തിട്ട് അതിനെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ മറ്റേ അസ്ത്രം കൂടെ തിരിച്ചു വരികയാണ്. അത് സാധാരണ രീതി നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ദിശ മാറ്റാൻ പറഞ്ഞപ്പോൾ ഉടനെ ഉത്തരാമാതാവിൻ്റെ ഗർഭത്തിലേക്ക് അയച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ചില ഭാഗങ്ങളിൽ പറയുന്നത് അപ്പോൾ ആ അസ്ത്രത്തെ നിർവീര്യപ്പെടുത്തി. പക്ഷേ ഈ അശ്വത്ഥാമാവിനെ വെറുതെ വിട്ടതിന് ശേഷം വീണ്ടും അയക്കുന്നത് 2ാമത്തെ പ്രാവശ്യം അയക്കുകയാണ്. എത്ര വലിയ ദുഷ്ടനാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം, പഠിക്കാം മുന്നോട്ട് കാര്യങ്ങൾ. അശ്വത്ഥാമനെ പിടിച്ചു കെട്ടി എന്നിട്ട് ദ്രൗപദി ദേവിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷെ ദ്രൗപദി ദേവി എന്ത് ചെയ്തു? അശ്വത്ഥാമാവിൻ്റെ അമ്മയായ കൃപി, ദുഃഖിക്കരുത്. കാരണം എന്താ, എനിക്ക് എൻ്റെ 5 കുട്ടികൾ നഷ്ടപ്പെട്ടു, അതേപോലെ ഒരു ദുഃഖം കൃപിക്ക് ഉണ്ടാകരുത് എന്ന് ദ്രൗപദി, പാവം ദ്രൗപദി. എന്നാലും ദ്രൗപദി എത്ര മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നോക്കണേ. ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും ആ അശ്വത്ഥം അവസാന യുദ്ധം ജയിച്ചു. ദ്രൗപദി ദേവി ഒരിക്കലും സാമ്രാജ്യത്തിന് വേണ്ടിയല്ല യുദ്ധം ചെയ്ത, പാണ്ഡവരല്ല, അവരുടെ അഭിമാനത്തിന് വേണ്ടിയാണ്. ഒരു സ്ത്രീയെ
ഇങ്ങനെ അപമാനിച്ചു. ഭഗവാനാണ് ആ അപമാനത്തിൽ നിന്നും പാവം ദ്രൗപദി രക്ഷപ്പെടുത്തിയത്. അത് കൂടാതെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇത്രയൊക്കെ അവരെ ടോർച്ചർ ചെയ്തിട്ടും വീണ്ടും 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസത്തിൽ അയക്കാം. അതും അവരനുഭവിച്ചു. ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിയുടെ ഭാര്യയായിട്ടും ഒരു സാധാരണ ഒരു രാജ്ഞിയുടെ തോഴിയായിട്ട് ജീവിക്കേണ്ടി വന്നു 1 വർഷത്തോളം. അവിടെ കീചകനിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, പിന്നെ വനവാസ സമയത്ത് ജയദ്രഥിൽ നിന്നുള്ള ദുരിതങ്ങളൊക്കെ, ഇത്രയെല്ലാം അനുഭവിച്ചിട്ട് അവസാനം 5 കുട്ടികളും നഷ്ടപ്പെടുകയാണ്. എന്നിട്ടും ആ പാവം ദ്രൗപദി പറയുകയാണ്, അശ്വത്ഥാമാവനെ കൊല്ലരുത്, ഞാൻ അനുഭവിച്ച ദുഃഖം ഒരിക്കലും കൃപി അനുഭവിക്കരുത്. അത് എത്രമാത്രം ചിന്തയുണ്ട്. അത് പൊതുവെ നമുക്കൊരു ദുഃഖം വരുമ്പോൾ മറ്റാരുടെയും ദുഃഖം നമുക്ക് കാണാൻ കഴിയില്ല, കാണാൻ ശ്രമിക്കാറുമില്ല, അറിയാൻ താല്പര്യം കാണിക്കാറില്ല. നമുക്കെപ്പോഴും നമ്മുടെ ദുഃഖമാണ് ഓർമ്മ വരുന്നത്, അത് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. പക്ഷേ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണോ നമ്മളിവിടെ പഠിക്കുകയാണ്. നമ്മളൊരു പക്ഷേ പറച്ചിൽ മാത്രമായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രത്തോളം നമുക്ക് ഈ ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ആകണം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. എങ്കിലേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയും. ഇതൊരു അമ്മയുടെ മനസ്സല്ല മാതാജി. ഒരു അമ്മയുടെ മനസ്സാണെങ്കിൽ അശ്വത്ഥാമാവനെ കൊല്ലാൻ പറഞ്ഞു. ഒരു അമ്മയ്ക്ക് അങ്ങനെ പറ്റുമോ? ഇല്ല. എന്തിനേറെ പറയുന്നു, ഗാന്ധാരിക്ക് പറ്റുമോ? ഗാന്ധാരി ഭഗവാനെ ശപിച്ചു, ഒരു കാര്യമില്ല. പക്ഷെ കുന്തി ദേവിയും ദ്രൗപദി ദേവി പോലെയൊക്കെ ആർക്കും ആകാൻ കഴിയില്ല. ദേവി മനസ്സിലാക്കും. പക്ഷെ ആ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം, എങ്കിലാണ് ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ കാണും. അല്ല, നമ്മൾ അങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഒരുപക്ഷെ ധർമ്മം ചെയ്യുന്നവരായിരിക്കും, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ചെയ്യുന്നവർ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുഃഖം വരുമ്പോൾ, നമ്മുടെ മക്കളെ കൊന്ന ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ, അതും ബന്ദിയാക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളാണ് ദ്രൗപദി ദേവിയുടെ പക്ഷത്തെങ്കിൽ, നമ്മുടെ ഭാഗത്തെങ്കിൽ, നമ്മൾ ഒരു പക്ഷെ അർജുൻ്റെ കയ്യിൽ നിന്ന് വാളെടുത്ത് നമ്മൾ തന്നെ തുണ്ടം തുണ്ടമായിട്ട് വെട്ടും. അശ്വത്ഥാമാവൻ ഒന്ന് ആലോചിച്ചു. പക്ഷെ എങ്ങനെ ദ്രൗപദി ദേവിക്ക് അത് ക്ഷമിക്കാൻ പറ്റുന്നു? പാണ്ഡവർക്ക് ഇത്രയും ദുഃഖം കിട്ടാൻ കാരണം എന്താകും ഗുരുജി? അവർ അർഹിക്കുന്നില്ല. അത് ദുര്യോധനാദികളുടെ സ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ വരുന്നത്. ഭഗവാൻ വരുന്നതിൻ്റെ കാരണം തന്നെ എന്താണ്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധുജനങ്ങളെ സംരക്ഷിക്കുക. ആരുടെ തോഴിയായിട്ടാണ്? നമ്മുടെ വിരാട് രാജ്യത്തിൻ്റെ, വിരാട് എന്ന് പറയും, മത്സ്യരാജ്യം എന്ന് പറയും. അവിടുത്തെ സയന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ഉത്തര ദേവിയുടെ അമ്മയുടെ തോഴിയായിട്ട് 1 വർഷം സേവനം ചെയ്യേണ്ടി വന്നു. പാണ്ഡവർ അർഹിക്കുന്നില്ല ഈ ദുഃഖമൊക്കെ. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഇടപെട്ടത്. മനസ്സിലായില്ലേ? ഇവിടെ എത്ര വലിയ മനസ്സാണ് ദ്രൗപദി ദേവിയുടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ്രൗപദി ദേവി പറഞ്ഞു, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ അനുഭവിക്കുന്ന ദുഃഖം കൃപി അനുഭവിക്കണമെന്ന്. അതായത് അശ്വത്ഥാമാവിൻ്റെ അമ്മ. അതിനെക്കുറിച്ച് കുറേ തർക്കമുണ്ടായി. യുധിഷ്ഠിരൻ ദ്രൗപദി ദേവി അനുകൂലിച്ചു, കൂട്ടത്തിലുള്ള എല്ലാവരും. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഇത് ശരിയല്ല. ഭഗവാൻ പറഞ്ഞു അശ്വത്ഥാമാവൻ എന്തായാലും കൊല്ലണമെന്ന് പറഞ്ഞു. ഭീമനും പറഞ്ഞു അതെ ഭഗവാൻ പറഞ്ഞ പോലെ എന്നെ കൊല്ലണം. അർജുൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. അതിവിടെ പറയുന്നു ഭഗവാൻ പരീക്ഷിക്കുകയായിരുന്നു, അർജുൻ ധർമ്മം പാലിക്കുമോ ഇല്ലയോ. ഭഗവാൻ ഇടയ്ക്ക് അർജുൻ സ്വന്തം കൂട്ടുകാരാണ്. ഭഗവാൻ ഭക്തരെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോഴും പരീക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തെയാണ് പരീക്ഷണമെന്ന് കാണുന്നത്. അല്ല,
ഭഗവാൻ പരീക്ഷിക്കുന്നത് നമ്മുടെ ദുഃഖം നൽകിക്കൊണ്ടല്ല, അത് സുഖം നൽകിക്കൊണ്ടായിരിക്കാം, ദുഃഖം നൽകിക്കൊണ്ടായിരിക്കാം. അത് നൽകുന്നതും അല്ല, അത് വരുമെന്നറിയും. അന്നേരം ആ സാഹചര്യം ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഭഗവാൻ ഇതൊക്കെ ഒരു രസമല്ലേ? പക്ഷെ അത് നമുക്കൊരു പാഠമല്ലേ, അല്ലേ? ഭഗവാൻ എന്തിനാ പരീക്ഷിക്കുന്നത്? കണ്ടോ, എൻ്റെ ഭക്തൻ കണ്ടോ, ഈ സാഹചര്യത്തിൽ അവൻ ചെയ്തതുണ്ടോ, ആ സാഹചര്യത്തിൽ അവൻ ചെയ്തതുണ്ടോ? നിങ്ങളും അതേപോലെ എന്തുകൊണ്ടായിക്കൂടാ എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് ഈ പരീക്ഷണം. ദ്രൗപദി ദേവി മുൻജന്മ കർമ്മബന്ധങ്ങൾ കൊണ്ടാണ് ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ഇത് പറയാനുള്ള എന്ത് അധികാരം മാതാജിക്കുണ്ട്? മാതാജിക്ക് എന്തറിയാം ദ്രൗപദി ദേവിയെ കുറിച്ച്? എന്താണ് മാതാജി ഇങ്ങനെ സംസാരിച്ചത്? പൂർവ്വജന്മത്തിൽ എന്തു ചെയ്തിട്ടാണ് ദ്രൗപദി ദേവിക്ക് ഈ ദുഃഖം വരുന്നത്? അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങൾ ദയവ് ചെയ്ത് ലൈവിൽ പറയരുത്. ഇതൊട്ടും ശരിയായിട്ടുള്ളൊരു ടോക്കല്ല. ദ്രൗപദി ദേവി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ദുഃഖം അനുഭവിക്കുന്നത്? മാതാജി എന്നെ പറയും. ഇനി മുതൽ മാതാജി എന്നെ ക്ലാസ് എടുക്കൂ. ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ എങ്ങും പറയുന്നില്ല. മാതാജി ചെയ്ത വലിയൊരു അപരാധമാണ്. ഞാൻ മാതാജിയെ ബ്ലോക്ക് ചെയ്യണം കേട്ടോ. ഹരേ കൃഷ്ണ. കാരണം ഭഗവാന്റെ ഇത്രയും ഉയർന്ന ഭക്തരെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ശരിയല്ല. ചോരും മനസ്സിലാക്കിയിട്ട് സംസാരിക്കണ്ടേ? ഇപ്പം നമ്മൾ ഇത്രയും വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. ഒരാൾക്ക് നിങ്ങൾക്ക് ഭക്തരെ കുറിച്ച് എന്തറിയാം? ദ്രൗപദി ദേവി ആരാണെന്ന് എന്തറിയാം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൂർവ്വജന്മത്തിൽ അത്രയും വലിയ തെറ്റുകൾ ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ ഒരു സഹായം എങ്ങനെ ദ്രൗപദിക്ക് വരുന്നു? അവിടുന്ന് ഇവിടുന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മിക്സ് ചെയ്ത് സംസാരിക്കരുത്. ഇനി ഒരു മഹാഭാരതത്തിൽ ചിലപ്പോൾ പൂർവ്വജന്മതി ഇത് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരിക്കാം. പല രീതിയിലും കണക്ഷൻ, അതായത് 5 ഭർത്താക്കന്മാരെ ആഗ്രഹിച്ചു, 5 ക്വാളിറ്റീസ് ഉള്ള ഭർത്താക്കന്മാരെ, അതല്ല ഇവിടെ പറയുന്നത്. അതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മഹാഭാരതം ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണ്? ദൈവം ഇത് മനസ്സിലാക്കൂ. ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് ദുഃഖം അനുഭവിക്കുന്ന ആളാണെങ്കിൽ ഭഗവാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇനി ഓക്കെ, അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതിയാൽ പോലും പൂർവ്വജന്മ കർമ്മം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിലും ഈ ലോകത്ത് ഏത് സ്ത്രീക്കാണ് ഇത് സഹിക്കാൻ കഴിയുന്നത്? അതെന്നോട് പറയുവാണെങ്കിൽ. നമ്മുടെ തെറ്റ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം വന്നാൽ പോലും നമ്മളത് അംഗീകരിച്ചു കൊടുക്കുമോ? അതും അംഗീകരിച്ചു കൊടുക്കത്തില്ല. അന്നേരം ഞാൻ ആരുടെയും അഭിപ്രായത്തെ തടയുന്നതല്ല. അതിനുള്ള ഒരു അധികാര അവകാശം എനിക്കില്ല. പക്ഷേ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് ദൈവം ഇതൊന്നും സംസാരിക്കരുത്. ഇത് വളരെ മോശമാണ്. കാരണം ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നാട്ടിലുണ്ട്. അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് മഹാഭാരതം തട്ടിവിടുന്ന ആൾക്കാർ. കുറേ എഴുത്തുകാരുമുണ്ട്. ഈ ഇടയ്ക്ക് ഒരാൾ പോയി ഈ ലോകത്തു നിന്ന്. മഹാഭാരതത്തെയൊക്കെ വളച്ചൊടിച്ച് ഏതൊക്കെ രീതിയിൽ അവരുടെ മാലിന്യങ്ങൾ കുത്തി കയറ്റിയിട്ട്, അത് മഹാഭാരതമല്ല, അവരുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള ചർച്ചകളിലൂടെ അവർക്ക് പോലും പ്രയോജനം, അവർ പോലും എഴുതിയിട്ട് അവർ പോലും മോക്ഷത്തിൽ പോകുന്നില്ല. പിന്നെ എന്താണ് ഈ ലോകത്തിന് വേണ്ടി അവർ ചെയ്യുന്നത്? അവരെന്തെങ്കിലും എഴുതി ആരും വായിക്കത്തില്ല. അതുകൊണ്ട് വ്യാസമഹർഷി എഴുതി മഹത്തായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേരിൽ എന്തോ എഴുതാം, അതിന്റെ പേരിൽ ഫേമസ് ആകാൻ നടക്കുന്ന ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി എഴുതുന്ന കുറെ കഴുതകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ അലവലാതി കൂട്ടം ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. കാരണം മഹാഭാരതത്തിൽ എന്തുവാണ്, ഇത്രയും മഹത്തായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അതിൽ. അത് നിങ്ങൾ സാങ്കല്പികമാണെന്ന് കരുതുകയാണെങ്കിൽ പോലും ഇത്രയും ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ പൂജനീയരാണ്. സാക്ഷാൽ ഭഗവാൻ പോലും അവരെ നമസ്കരിക്കുകയാണ് അവരുടെ മുമ്പിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ എപ്പോഴും അവരുടെ ദാസനെ പോലെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. ദ്രൗപദി ദേവി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളിച്ചാൽ ഭഗവാൻ വരുമോ? നമുക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആ മഹത്തായിട്ടുള്ള ദ്രൗപദി ദേവിയെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? എന്ത് അർഹതയാണ് നമുക്കുള്ളത്? ഒന്ന് ആലോചിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മഹാഭാരതത്തെ, എനിക്ക് ഭയങ്കര വിഷമമാവും കേട്ടോ, ക്ഷമിക്കണം. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ സഹിക്കാം.
എൻ്റെ അച്ഛനും അമ്മ ഇൻസൾട്ട് ചെയ്താലും ഞാൻ സഹിക്കും. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വ്യക്തികളല്ല. ഭഗവാന്റെ ഹൃദയത്തിൽ അത്രത്തോളം കൃഷ്ണന് ഇഷ്ടമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഇവരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മൾ വളരെ സൂക്ഷിക്കും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അവരൊക്കെ പോയി ഈ ലോകത്തില്ലെന്ന് വെച്ചാൽ. അവർ ഭഗവാന്റെ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. ഭഗവാന്റെ ലോകത്തിൽ ഇപ്പോഴും ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അവരെക്കുറിച്ച് എന്ത് പറയാനുള്ള, പാർത്ഥ എന്ന് പറയാനുള്ള യോഗ്യത ഒരു നമുക്കുണ്ടോ? അർജുന എന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ? ഇല്ല, ഒരു യോഗ്യത നമുക്കില്ല. പാർത്ഥൻ ആരാണ്? യുധിഷ്ഠിര മഹാരാജ് ആരാണ്? ഭീമസേനൻ ആരാണ്? നകുല സഹദേവൻ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഹൃദയത്തെ ജയിച്ചവരാണ്. സാക്ഷാൽ രുക്മിണി മയ്യ പറയുന്നു, നാരദ മഹർഷി ദ്വാരകയിലെത്തിയവൻ പറയുകയാണ്, ഇന്ത്യ ഭഗവാൻ അന്നേരം പറയൂ, നാരദ മഹർഷി ഇവിടെ എന്തിന്റെ കുറവാണ് ഭഗവാനുള്ളത്? പക്ഷെ 16,108 കൊട്ടാരങ്ങളുമുണ്ട്, ഇത്രയും പരിചാരകരുമുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ എപ്പോഴും ആ പാണ്ഡവരുടെ ദാസനായിട്ടിരിക്കുക. പാണ്ഡവരുടെ ഭൃത്യനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അവിടെ ഭഗവാൻ ഈ 12 വർഷവും ഒരു അജ്ഞാതവാസത്തിലും ഭഗവാൻ പാണ്ഡവരുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ്. അത് പല പ്രാവശ്യം പാണ്ഡവർക്ക് അറിയത്തില്ല. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനബന്ധുവാണ്. നമുക്ക് സുഖസൗകര്യങ്ങളുള്ളപ്പോൾ ആള് മുങ്ങും, പക്ഷെ ദുഃഖം വരുമ്പോ നിഴലിനെ പോലെ നമ്മുടെ കൂട്ടത്തിൽ കാണുന്നുള്ളൂ. നമ്മളതറിയത്തില്ല. നമ്മൾ പോലും അറിയാതെ നമ്മളെപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ട്? ഈ ജന്മത്തിൽ എപ്പോഴും പുറത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ നാമം ജപിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിത്യവും 16 മാല ജപിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു മന്ത്രം ആത്മാർത്ഥതയോട് ജപിച്ചിട്ടുണ്ടായിരിക്കാം. അതിന്റെ പേരിൽ ഭഗവാൻ എന്നെന്നും നമ്മുടെ കൂട്ടത്തിൽ കാണും. പിന്നെ നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരത്തുമില്ല. ഇനി അദ്ദേഹമാണിത് സഹായിക്കുന്നതെന്ന് നമ്മളെ കാണിക്കത്തുമില്ല. കാരണം അത്രത്തോളം ഉയർന്ന വ്യക്തിത്വമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് വേറെ എല്ലാം എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ വേറെ ഒരു രീതിയിലും പാണ്ഡവർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉയർന്ന വ്യക്തികളാണ്. അവരെക്കുറിച്ച് ആരെന്തെങ്കിലും ഡിബേറ്റ് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തി പിടിക്കും. എന്നെ ദേഷ്യപ്പിടിപ്പിക്കാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഭഗവാന്റെ ഭക്തരെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അഹങ്കാരം കൊണ്ടല്ല കേട്ടോ. കാരണം ഭഗവാന്റെ ഹൃദയത്തിൽ അത്രത്തോളം ഉയർന്ന സ്ഥാനം അവർക്കുണ്ട്. ആ സ്ഥാനത്തെ മാറ്റാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. മനസ്സിലാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാഭാരതം ഇത്രയും മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം, അതിൽ ഭഗവാന്റെ ഭക്തരെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മഹാഭാരതത്തെക്കാട്ടിയും കൂടുതൽ ശ്രീമദ് ഭാഗവതത്തിലൂടെയാണ് പാണ്ഡവരെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പാണ്ഡവരെ കുറിച്ച് ഭാഗവത്തിലാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. യുധിഷ്ഠിരന്റെ ഭാവം എന്താണ്, അർജുന്റെ ഭാവം എന്താണ്. ഭീമ നകുല സഹദേവന്മാരുടെ കൂടുതൽ വന്നിട്ടില്ല, പക്ഷെ എന്നാലും ഒരു ഹിന്റ് കിട്ടുന്നുണ്ട്. യുധിഷ്ഠിരൻ എങ്ങനെയാണ്, അർജുനൻ എങ്ങനെയാണ്, ദ്രൗപദി ദേവി ഇങ്ങനെയാണ്, കുന്തി ദേവി ഇങ്ങനെയാണെങ്കിൽ ഭീമസേന നകുല സഹദേവന്മാർ ഇങ്ങനെയായിരിക്കും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല. അത്രയ്ക്ക് ഉയർന്ന ചിന്താഗതിയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്. ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും അവർ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഭഗവാൻ ശാന്തി പ്രസ്താവനയായിട്ട് പോകുന്ന സമയത്ത് കൗരവരോട് പറയുന്നു, 5 ഗ്രാമം, 1 ഗ്രാമം, 1 വീടെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതൊരിക്കലും കൗരവരോട് പാണ്ഡവരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് മഹാഭാരതം ഭയങ്കര ഇഷ്ടം. അന്നേരം
ഭഗവാൻ ശാന്തിദൂതനായിട്ട് പോകുന്ന സമയത്ത് പാണ്ഡവരോട് ഭഗവാൻ ചോദിക്കും, ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് കണ്ടീഷനാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അന്നേരം പാണ്ഡവർ എന്താ പറയുന്നത്? അങ്ങ് എന്ത് പറയുന്നോ അത് നമുക്ക് സ്വീകാര്യമാണ്. അങ്ങ് എന്താണോ പറയുന്നത് കൃഷ്ണ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ പാണ്ഡവരെ അറിയപ്പെടുന്നത് അവരുടെ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അവരുടെ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്തിയാണ്. ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. 5 പേരും, ദ്രൗപദി ദേവിയും കുന്തി ദേവിയും, ഇവരെന്ന് പറഞ്ഞ ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തരാണ്. ഹനുമാൻ സ്വാമി സ്വയം പറഞ്ഞ കാര്യമാണ്. അവൾ പഠിച്ചതല്ലേ ബൃഹത് ഭാഗവതാമൃത്തിൽ നാരദ മഹർഷി പ്രഹ്ലാദ മഹാരാജന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പ്രഹ്ലാദന്റെ, അതായത് ആദ്യം പല ദേവേന്ദ്രനെ കാണുന്നു, ബ്രഹ്മദേവനെ കാണുന്നു, ഒടുവിൽ മഹാദേവനെ കണ്ടു. മഹാദേവനാ പറയുന്നത് പ്രഹ്ലാദനാണ് ഏറ്റവും ഉത്തമ ഭക്തൻ എന്ന്. എന്നിട്ട് പ്രഹ്ലാദൻ പറയുന്ന ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്കും പറഞ്ഞു, ഹനുമാൻ സ്വാമിയുടെ ഭക്തി എന്താണെന്ന് അറിയാലോ. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഹനുമാൻ സ്വാമി പറഞ്ഞു, ഞാനല്ല ഭക്തൻ, യഥാർത്ഥ ഭക്തര് പാണ്ഡവരാണ്. ഞാൻ എൻ്റെ ഭഗവാന്റെ ദാസനാണ്, പക്ഷേ എൻ്റെ ഭഗവാൻ അവരുടെ ദാസനാണ്. ഞാൻ എപ്പോഴും ആ സ്വാമിയുടെ സേവനം ചെയ്യാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇദ്ദേഹം അവരുടെ സേവനം ചെയ്യാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു രഥം ഓട്ടിക്കുന്നു, അവർക്ക് വേണ്ടി ബ്രാഹ്മണരുടെ കാല് കഴുകുന്നു, അവർക്ക് വേണ്ടി അതിഥികളുടെ എച്ചിലെടുക്കുന്നു. ശാന്തി ദൂതനായിട്ട് ഒരു ദൂതനാകുന്നു. ഹനുമാൻ സ്വാമി ഭഗവാന്റെ ദൂതനായിട്ട്, ഭഗവാൻ പാണ്ഡവരുടെ ദൂതനായിട്ട് പോയി. ഹരേ കൃഷ്ണ. ഭക്തവത്സലതയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണം പാണ്ഡവരുടെ ജീവിതത്തിൽ നിന്നും, പാണ്ഡവരും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുന്തിയുടെ ഭക്തി എന്തുവാണ്? ഹരേ കൃഷ്ണ. ആർക്ക് പറയാൻ പറ്റും ഇനിയും എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇനിയും വരട്ടെ എന്ന്? ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. കുന്തി ദേവിക്ക് മാത്രമേ. ആ ഒരു ധീര വനിത ഇനി അനുഭവിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ബാക്കി? ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് പോകുന്നു, സ്വന്തം മക്കളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും, ഏതൊക്കെ രീതി കൊല്ലാൻ നോക്കുന്നു. ഇതെല്ലാം ഒരു പാവ അമ്മ കാണുകയാണ്. എങ്ങനെ മക്കളെ രക്ഷിക്കണമെന്ന് അറിയത്തില്ല. കാരണം ആരാണോ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ നിമിഷം ഇഞ്ചിഞ്ചായിട്ട് ചത്തുകൊണ്ടിരിക്കുകയാണ് ആ പാവം കുന്തി ദേവി. നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയെങ്കിലും അങ്ങനെയുള്ള ദുഃഖം വന്നിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയൊരു മരുമോളോ, അതും സൂപ്പർ മരുമോള്, കുന്തി ദേവിക്ക് പറ്റിയ മരുമോളായിരുന്നു. കുന്തി ദേവിയും കടത്തിവിടുന്ന ഭക്തിയുള്ള ആ മഹത് വ്യക്തി ദ്രൗപദി മര്യാദ. ഇതുമാണ് ദ്രൗപദി ദേവിയുടെ ഭക്തി. ദ്രൗപദി ദേവി അനുഭവിച്ച ദുഃഖം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത്രയും പീരിയഡ്സിൻ്റെ ആ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്താണ്? ആ സമയത്ത് മുടി പിടിച്ച് വലിച്ച് തലയിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. പാവം നടന്നല്ല, ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ്. നമുക്ക് ആ ദുഃഖമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ ആ ദുഃഖം എന്താണ്? ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടോ വേശ്യ എന്ന് പറയുന്നു. ഒരു അമ്മ, ഒരു 5 കുട്ടികളുടെ അമ്മയാണെന്ന് മനസ്സിലാക്കണം. ആ ഒരു സ്ത്രീയോടത് ഇങ്ങനെയാണോ പറയേണ്ടത്? ഇനി എല്ലാം കാരണം എന്താ പറയുന്നത്? കർണനെ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. അതിലെന്താ തെറ്റ്? ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലേ, അധികാരമില്ലേ തീരുമാനിക്കാനുള്ളത്?
ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന്, ഞാനൊരു സൂതപുത്രനെ വിവാഹം കഴിക്കും. ഓക്കെ, അതിലെന്താ തെറ്റ്? അതിൽ ഇത്രയും ഇൻസൾട്ടായിട്ട് ഓക്കെ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, അവിടെ പിന്നെ എന്തിനാണ്? കർണൻ അവിടെ ഒരു ഇൻവിറ്റേഷനും കിട്ടിയില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കർണൻ എന്തിനാണ് ഇടിച്ചു കയറിയത്? അത് കർണൻ ചെയ്ത തെറ്റ്. കർണൻ എല്ലായിടത്തും വിളിക്കാതെ ചെല്ലും, എന്നിട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു. പോയത് എന്തിനാണ്? ക്ഷണിക്കാത്തടത്ത് എന്തിനാ പോകുന്നത്? അത് അഹങ്കാരമല്ലേ? ഒരു ദ്വേഷ മനോഭാവമല്ലേ? അസൂയ മനോഭാവമല്ലേ? ലോകമെമ്പാട് എത്രയോ ആളുകളിൽ വിവാഹിതനാണ്. ഇത് കൂടാതെ എന്തു പറയുന്നേ, ഇത് ദുര്യോധനാണെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട രാജ്യം എല്ലാം തട്ടിയെടുത്തിട്ട് അവർക്ക് ഒന്നിനും കൊള്ളാത്ത ഒരു ഖാണ്ഡവനം കൊടുത്തു. അവരവരുടെ ബുദ്ധിയും കഴിവും കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ അവിടെ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കി. അതും തട്ടിപ്പറിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമാണ് നോക്കണേ. പിന്നെ അതിനുവേണ്ടി കാരണമായിട്ട് കാണുന്ന ദ്രൗപദി ദേവി ചിരിച്ചു എന്ന്. പിന്നെ മണ്ടനെ പോലെ വീണ് കഴിഞ്ഞാൽ ആരാ ചിരിക്കാത്തത്? നമ്മൾ വീണാൽ പോലും നമ്മൾ തന്നെ ചിരിക്കും ആദ്യം. ഈ ചിരിച്ചതിന് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം എന്താണ്? അതിന്റെ പേരിൽ ഒരു സ്ത്രീയെ ഇത്രയും വലിയ സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ ഇത്? എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ? ആരാണ് ഇതിന് ഇങ്ങനെയുള്ളൊരു മനസ്സ് കൊണ്ടുവരുന്നത്? അതും കൂടാതെ സ്വന്തം ചേട്ടത്തി അമ്മയാണ്, അമ്മയുടെ സ്ഥാനമാണ്. ഗാന്ധാരിക്ക് ദേവിക്ക് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് ആണ് ദ്രൗപദി ദേവിക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് എൻ്റെ അടുത്ത ചോദ്യം, ഒരു സ്ത്രീയെ ഇത്രയും സഭയിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നപ്പോ ഗാന്ധാരി എന്ത് ചെയ്യുമായിരുന്നു അവിടെ? ഗാന്ധാരിക്ക് മിണ്ടിക്കൂടെ? ഗാന്ധാരി ഒരു സ്ത്രീയല്ലേ? അവരുടെ ആ ഒരു അമ്മയെന്നുള്ള വാത്സല്യമൊക്കെ വന്നത് എല്ലാവരും മരിച്ചതിന് ശേഷമാണ്. എല്ലാവരും മരിച്ചു പോയപ്പോഴത്തേക്ക് ഭഗവാൻ കൃഷ്ണനെ ശപിക്കാൻ വേണ്ടിയാണ് അവരുടെ തപോബലം ഉപയോഗിക്കുന്നത്. എന്താ ആൾക്കാരെന്ന് എനിക്കറിയില്ല. അതൊന്ന് മനസ്സിലാക്കൂ വ്യക്തമായിട്ട് മഹാഭാരതം എന്താണ്. ഇത്രയും കാലം അവരുടെ കണ്ണു തുറന്നിട്ട് നേരത്തെ അവനെ അങ്ങ് പുകച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേ. ആരെ? ദുര്യോധനെ. ഇവരുടെ ഈ അഗ്നിയൊക്കെ ഉപയോഗിച്ചിട്ട് അവനെ അങ്ങ് കത്തിച്ച് കൊന്നിരുന്നെങ്കിൽ അന്ന് എന്റെ ഈ ബാക്കിയുള്ള 99 മക്കളും രക്ഷപ്പെട്ടെ. ധൃതരാഷ്ട്രവിനെ ഒന്നും മിണ്ടത്തില്ല. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ വ്യക്തമായിട്ട്. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇത് എന്തുവാ ദ്രൗപദിയുടെ തെറ്റാണ്? ഒരിക്കലും അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഭഗവാൻ എങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിൽക്കും? ദൈവം ഇത് മനസ്സിലാക്കും. ക്ഷമിക്കണം, ഇവരുടെയൊക്കെ കാര്യം വരുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലാണ്. അഭിനയിക്കുന്നതല്ല കേട്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ഇവരൊക്കെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ. ഇവരാണ് നമ്മുടെ റിയൽ ഹീറോസ്. നമ്മുടെ റിയൽ ഹീറോസ് നമ്മുടെ ആരാധ്യ ദേവിയാണ് ദ്രൗപദി ദേവി, കുന്തി ദേവി. ഇവരുടെയൊക്കെ തൃപ്പാദങ്ങളിൽ ഒരു കോടി തവണയെങ്കിലും നമ്മൾ നമസ്കരിക്കണം ഹൃദയാംഗതമായിട്ട്. അവരുടെ കാരുണ്യത്താൽ നമ്മുടെ ഗുരുവായൂരപ്പനെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവരുടെ കൂട്ടത്തിലാണ് ഗുരുവായൂരപ്പൻ എപ്പോഴും സദാസമയം. ഇവർക്ക് വേണ്ടിയാണ് ഈ ഗുരുവായൂരപ്പൻ ഈ ലോകത്തിൽ തന്നെ വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഞാനിത് പറഞ്ഞ ആർക്കെങ്കിലും വിഷമായി ക്ഷമിക്കണം. പക്ഷേ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഹാസ് ടു ടീച്ച് കറക്റ്റ്ലി. എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ എല്ലാം അറിഞ്ഞിട്ടും കർണനോട് പാണ്ഡവരുമായിട്ടുള്ള ബന്ധം നേരത്തെ പറയാനത് ഗുരുജി? അത് അർഹിക്കുന്നില്ലല്ലോ. ഹി ഡസ് നോട്ട് ഡിസേർവ്. ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ, ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ അർജുനെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ എന്നിട്ടും സഹോദരനാണെന്ന് അറിഞ്ഞിട്ടും കർണന്റെ സ്വഭാവം എന്താണ്? ഞാൻ 4 പേരെ കൊല്ലത്തില്ല, ഒരാളെ കൊല്ലും. അർജുന എങ്കിൽ പിന്നെ നിന്നെ ഞാൻ കൊല്ലും, ഭഗവാൻ തീരുമാനിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ? അർജുന്റെ പവർ ഇല്ലെന്നാണോ? പവർ ഇല്ലെന്നല്ല, ഭഗവാൻ പാണ്ഡവർ ഇത്രയൊക്കെ അനുഭവിച്ചില്ല. ഇനി യുദ്ധം കുറച്ച് ഈസി ആക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്തിനാ കുറെ നീട്ടുന്നത് യുദ്ധം? ഇവന്മാരുടെ തോന്നിവാസത്തിനും തെമ്മാടിത്തരത്തിനും വെറുതെ യുദ്ധത്തിനെ നീട്ടുന്നു. അതുകൊണ്ട് 18 ദിവസം കൊണ്ട് നിർത്തി, അത്രേ ഉള്ളൂ ഭഗവാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കർണൻ ദ്രൗപദി ദേവി വേശ്യാന്ന് വിളിച്ചു. അത് ഭഗവാൻ എങ്ങനെ ക്ഷമിക്കും? ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പിന്നെ
കർണൻ സഹോദരനാണെങ്കിലും എന്ത്, സഹോദരൻ അല്ലെങ്കിലും എന്ത്. സഹോദരൻ അല്ലെങ്കിൽ പോലും ഒരാളോട് ഇത്രയും ദ്വേഷഭാവം പുലർത്താൻ പാടുണ്ടോ? ഒട്ടും ശരിയല്ലല്ലോ. ഏതൊരു സ്ത്രീയോടും ആളിനെ അപമാനിച്ചൊന്നും ഇല്ലല്ലോ. ദ്രൗപദി ദേവി കർണന്റെ കൊട്ടാരത്തിൽ വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. വിളിക്കാത്തടത്ത് ഇടിച്ചു കയറിച്ചെന്നു. അന്നേരം ദ്രൗപദി ദേവി പറഞ്ഞു, ഞാൻ എന്തായാലും വിവാഹം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു കർണനെ. ഓക്കെ, അത് ആദ്യമേ പറഞ്ഞില്ലേ? അന്നേരം പിന്നെ കർണൻ മിണ്ടായിരുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് അത് കൂടാതെ ഈ കർണൻ വൃത്തികെട്ടവൻ, ക്ഷമിക്കണം, ദുര്യോധനോട് എന്താ പറഞ്ഞെന്നറിയാം? കാരണം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അന്നേരം അഥവാ ലക്ഷ്യം ഭേദിക്കാൻ എനിക്ക് പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നിനക്ക് ദ്രൗപദി ഗിഫ്റ്റായിട്ട് തരുമോ? എന്ത് വസ്തുവാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കണം ദ്രൗപദി. ഇന്നലെ പാണ്ഡവരായിരുന്നു ഈ കൗരവരെ പോലെ വൃത്തികെട്ടവന്മാര്. എൻ്റെ അമ്മോ നാരായണ. അതുകൊണ്ട് ക്ഷമിക്കണം ആർക്കെങ്കിലും വിഷമമായെങ്കിൽ. പക്ഷെ ഇനി ഇങ്ങനെ പറഞ്ഞ് ഇനിയും വിഷമിക്കേണ്ടി വരും. കാരണം ആസ് എ ടീച്ചർ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ടീച്ച് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താണോ ശരി അത് ശരിയാണ്, തെറ്റ് തെറ്റാണ്. അതുകൊണ്ട് ആൾക്കാർ പറയുന്നു വൈറ്റും ബ്ലാക്കും ഇല്ല, ഗ്രേയും ഉണ്ടെന്ന്. ഇല്ല, പാണ്ഡവർ എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റാണ്. നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ പ്യുവർ വൈറ്റ് ആകാൻ കഴിയുന്നില്ല, നിങ്ങൾ ഫുൾ ബ്ലാക്ക് ആണ്. കുറച്ചൊക്കെ വൈറ്റ് ആയിരിക്കും. ബ്ലാക്ക് വൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇന്നത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ആൾക്കാർ പറയുന്നത് കംപ്ലീറ്റ്ലി ശരിയായിട്ട് ഈ ലോകത്ത് ആരുമില്ല, കംപ്ലീറ്റ്ലി തെറ്റായിട്ടും ആരുമില്ല, എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട്, ശരിയുണ്ട്, നന്മയുണ്ട്. അത് നിങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്, പക്ഷെ പാണ്ഡവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളെപ്പോലെ അതപ്പതിച്ച ആൾക്കാരാണ് പാണ്ഡവരെന്ന് വിചാരിക്കരുത്. അങ്ങനെയായിരുന്നുവെങ്കിൽ അവരുടെ ചരിതം മഹാഭാരതം എന്ന് പറയത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുന്ന ഓരോ തോന്നിവാസവും ചിന്താഗതി പോലെയല്ല പാണ്ഡവർ. അവർ നിങ്ങളെക്കാട്ടി ഉയർന്ന വ്യക്തികളാണ്, നമ്മളെല്ലാവരെക്കാട്ടി ഉയർന്നവരാണ്, ഭഗവാന്റെ വളരെ അടുത്ത ആൾക്കാരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഭാഗവത തത്വങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻസിൽ നിങ്ങൾക്ക് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക. അത് ഓർക്കാൻ നിങ്ങളെ സഹായിക്കും, അല്ലേ? കാരണം നമ്മൾ കേട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓർക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് പകരം നിങ്ങളത് റീകളക്റ്റ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് പോയിന്റ്സ് കമൻസിലിടും. പിന്നെ പുതിയ ആൾക്കാർ അത് കാണുമ്പോൾ അവർക്ക് മുഴുവൻ സത്സംഗം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ കമൻസ് എങ്കിലും നോക്കും, അല്ലേ? ആ കമൻസിൽ നിന്നെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ചിലപ്പം കംപ്ലീറ്റ്ലി കാണാൻ തോന്നും. അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരണമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഫേസ്ബുക്കിൽ കാണുന്ന ഭക്തർ യൂട്യൂബിലൂടെയും കുറച്ച് നേരം കാണണം. കാരണം ഫേസ്ബുക്ക് എല്ലാവരും യൂസ് ചെയ്യാറില്ല, യൂട്യൂബാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിലും കൂടെ ഈ ക്ലാസ് കുറച്ച് നേരം കേട്ടിട്ട് അതിൽ ലൈക്ക്, ഷെയർ, കമൻസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് വലിയൊരു പ്രചരണമായിരിക്കും. എന്നെ പ്ലീസ് ഹെൽപ്പ് ചെയ്യണം കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ. കാരണം എൻ്റെ ഗുരുവിന് വേണ്ടിയുള്ള ദക്ഷിണ അതാണ്. ഞാൻ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും മോണിറ്റൈസേഷനിൽ ഇട്ടിട്ടില്ല, കാരണം അതിൽ താല്പര്യമില്ല. നമ്മുടെ ലക്ഷ്യം സന്ദേശം എത്തിക്കുക എന്നാണ്. അതുകൊണ്ട് കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കണം. അതുകൊണ്ട് ഫേസ്ബുക്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. കമൻസ് അത് ഹരേ കൃഷ്ണ ഏറ്റവും മനോഹരമാണ്, സൂപ്പറാണ്. കാരണം അതാണ് ഈ ചർച്ചകളുടെ എല്ലാം പരമോന്നത ലക്ഷ്യം. പക്ഷെ അതിനോടൊപ്പം തന്നെ കാരണം പുതിയൊരാൾക്ക് ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ നല്ലതാണ്, പക്ഷെ അവർക്ക് കുറച്ചും കൂടെ ആ ഹരേ കൃഷ്ണ, നമ്മൾ എന്തിന് ഹരേ കൃഷ്ണ എന്ന് പറയുന്നു എന്ന് ഈ തത്വങ്ങൾ അവിടെ ഉൾക്കൊള്ളിപ്പിക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് ഭക്തരത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രേറ്റ്ഫുൾ ടു ദം. താങ്ക് യു. നിങ്ങൾ ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ്, ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് അതൊരു ചിട്ടയായിട്ട് മാറ്റുക. അതായത് നമ്മളെങ്ങനെയാണോ ക്ലാസ്സിൽ ടീച്ചറിൽ നിന്ന് കേട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുന്നത്, അതേപോലെ നിങ്ങൾ കമൻസിൽ ഒരു നോട്ട്സ് തയ്യാറാക്കും. കാരണം അതിലൂടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് എന്നൊന്നും ഓർത്ത് വയ്ക്കാനും കഴിയും.
വേണമെങ്കിൽ ക്ലാസ്സിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. ഇത് തന്നെ യൂട്യൂബിൽ ഇടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം അതിലൂടെ ഉണ്ടാകുന്ന പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലൈക്സും ഷെയറും കമൻസും ഉള്ള ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഭക്തർ ഷെയർ ചെയ്യും, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കാണുന്ന എല്ലാ ഭക്തരും ഒരു ഷെയറെങ്കിലും ചെയ്യണം. വാട്സപ്പിലല്ല ഷെയർ ചെയ്യേണ്ടത്, നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഇത് ഷെയർ ചെയ്യുക എല്ലാവരും. അതുകൂടാതെ ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻസ് ഇടുക. ഇനി യൂട്യൂബിൽ ചെയ്യുമ്പോൾ അതേപോലെ യൂട്യൂബിലും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ യൂട്യൂബിലെ ലിങ്ക്, അതായത് ഭക്തി സുദർശൻ സ്വാമി എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ മാക്സിമം പേർക്ക് ആ ലിങ്ക് അയച്ചു കൊടുക്കുക. ഇതിൽ ആരെങ്കിലും കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എത്രയും മഹത്തായിട്ടുള്ള അറിവുകളാണ്. അടിയൻ പറയുന്നതുകൊണ്ടല്ല, ഗുരു പരമ്പരയുടെ കാരുണ്യം, എൻ്റെ ഗുരുവിൻ്റെയും ഗുരു മഹാരാജിൻ്റെ ഗുരുവായ ശ്രീല പ്രഭുപാദ്ജിയുടെയൊക്കെ കാരുണ്യത്താൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി. അന്നേരം ഇവിടെ നമ്മൾ വേറൊരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഒട്ടുമില്ല, ഭഗവാന്റെ സന്ദേശം എത്തിക്കുക എന്ന ഒത്തിരി. കാരണം ഈ ലോകത്ത് എല്ലാവരും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു സന്ദേശം എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന്. അന്നേരം ഇതേപോലെ എല്ലാവർക്കും എന്നെന്നും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് വലിയൊരു കാരുണ്യമായിരിക്കും നിങ്ങൾ അവരോട് കാണിക്കുന്നതും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് എല്ലാവരും, ഞാൻ അഥവാ പറയാൻ വിട്ടുപോയാലും ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയാലും അതൊരു ഡെയിലി പ്രാക്ടീസായിട്ട് നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ ആ പ്രചരണത്തിന് വേണ്ടി അടിയനെ സഹായിക്കുന്ന പോലെയാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻസും ഒക്കെ വലിയ ഉപകാരപ്രദമായിരിക്കും. ഇതേപോലെ യൂട്യൂബിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ഗോലോകം TV ചാനലും അതേപോലെ പ്ലീസ് പ്രൊമോട്ട് ചെയ്യണം. ഗോലോകം TV ചാനലിൽ നമ്മൾ നല്ല വീഡിയോസൊക്കെ കൊണ്ടുവരുന്നില്ലേ, കുട്ടികളെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഗോലോകം TV ഇപ്പോഴും നമ്മുടെ സത്സംഗത്തിലെ പല ഭക്തരും അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൽ വരുന്ന മദൻ ഗോപാൽജിയുടെ ദർശന വീഡിയോസ് അതൊക്കെ മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത് വലിയൊരു സർവീസാണ് കേട്ടോ, ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. സോ ഇതിലൂടെ കൂടുതൽ പേരിലേക്ക് ഭഗവാന്റെ ഈ നല്ല സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയും. കാരണം യൂട്യൂബും ഫേസ്ബുക്കും ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷേ ചവറ് പോലെ കണ്ടൻറ്റാണെന്ന്, ഒരു കാര്യമില്ലാത്ത കണ്ടൻസാണ്, ഒരാവശ്യമില്ലാത്ത കണ്ടൻസ് എന്തൊക്കെയോ കുത്തിക്കയറ്റുകയാണ്. അതിലൂടെ എല്ലാം ആൾക്കാരുടെ സമയത്തെ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വൃത്തികെട്ട രീതിയിലാണ് ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈശ്വരൻ്റെ പേരിലും ഭഗവാനെ അറിയാൻ ഇത് ചെയ്യുക അത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വൃത്തികെട്ട ജ്യോതിഷത്തിൻ്റെ ചാനലുകളുണ്ടെന്നാണ്. മുന്നിൽ കൃഷ്ണനെ നിർത്തും, എന്നിട്ട് ഉള്ളിൽ കൃഷ്ണനെക്കുറിച്ചൊന്നും കാണത്തില്ല. എല്ലാവർക്കും ഭഗവാനോട് വലിയ താല്പര്യമുണ്ട്, പക്ഷെ ആ താല്പര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്ക യൂട്യൂബ് ചാനലുകളും. ഒരു ഭഗവാനെയും വൃന്ദാവനത്തിനെയൊക്കെ മുന്നിൽ കാണിക്കും, പക്ഷെ അവർക്ക് ഭഗവാനും വൃന്ദാവനമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കും. ഓക്കെ, അത് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യം, അവരുടെ ലക്ഷ്യം കാശാണ്. അവർക്ക് നാരായണസേന മതി, നമുക്ക് നാരായണൻ മതി. അതുകൊണ്ട് യഥാർത്ഥ നാരായണനെ അന്വേഷിക്കുന്ന പാണ്ഡവരെ പോലെയുള്ള കുറച്ച് സാധുജനങ്ങൾ ഇന്നും ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അവരുടെ അടുത്തേക്ക് എത്തിക്കുക ഈ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈസിയല്ല. കാരണം ഇത്രയും വലിയൊരു വ്യൂഹം മറികടക്കണം, ചക്രവ്യൂഹം. യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ചക്രവ്യൂഹമുണ്ട്. എല്ലായിടത്തും പുതിയ പുതിയ മൂവീസിൻ്റെയൊക്കെ റിവ്യൂസും കളികളുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഈ സമുദ്രം ഭേദിച്ച് വേണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ. അതുകൊണ്ടൊരു വലിയൊരു ടാസ്ക്കാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, എൻ്റെ ഒരു അപേക്ഷയാണ്. ഒരുപാട് നന്ദി. നിങ്ങൾ രാവിലെ ഈ സമയത്ത് ലൈവിൽ വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അതിൻ്റെ അർത്ഥം നിങ്ങൾ എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ. ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. ഈ വരുന്ന വർഷം വളരെ ഭക്തിയിൽ ഉയരാനും ഭൗതികമായിട്ടുള്ള തടസ്സങ്ങൾ ഒരിക്കലും ഭക്തിക്കൊരു തടസ്സമാകാതെ ഭക്തിയിൽ മുന്നേറാൻ കഴിയട്ടെ. ഭഗവാന് വേണ്ടി ധാരാളം സേവനങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം, കഴിവ്, പ്രചോദനം എല്ലാം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇത് നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ശ്രീമതി രാധാറാണി की जय, चैतन्य महाप्रभु की जय, गुरु पावन पुराधीशन की जय,
प्रभुपाद जी की जय, गुरु महाराज की जय, निताई गौर प्रेमानंद।